അശ്വതി നക്ഷത്രം. അശ്വതി നക്ഷത്രക്കാർ പൊതുവെ അത്യാവശ്യം ബുദ്ധി കൂടിയവരാണ്. അവർ തൻ്റെ മാർഗത്തിലൂടെ മാത്രമേ നടക്കാറുമുള്ളൂ. ആരുടെയും കീഴിൽ അങ്ങനെ നിൽക്കാൻ ഇഷ്ടപ്പെടില്ല. അങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇവർ ജീവിതാവസാനം വരെ നിന്നു പോവത്തേ ഉള്ളൂ. റിലേഷൻഷിപ്പിലാണെങ്കിൽ ഇവർ ഓവർ പ്രൊട്ടക്റ്റീവ് ആയിരിക്കും, ഓവർ കെയർ ആയിരിക്കും. പക്ഷെ ഡൊമിനേറ്റിംഗ് നേച്ചർ ആയിരിക്കും. അങ്ങനെ ഇവർ താഴ്ന്നു കൊടുക്കാൻ നിൽക്കില്ല. ഇവർക്ക് ചെറുപ്പത്തിൽ എന്തായാലും നല്ല കഷ്ടതകളായിരിക്കും. വലുതാവും തോറും ഈ കഷ്ടതകൾ മാറി അവസാനമാകുമ്പോഴേക്കും ഇവർക്ക് ജീവിതം എന്താണെന്ന് അറിഞ്ഞിട്ടുണ്ടാവും. ഇവർ ജീവിതം ജീവിച്ചിട്ടുണ്ടാവും. ഇവരുടെ ജീവിതം ഇവരുടെ ഇഷ്ടത്തിന് കൂടുതലും ജീവിച്ചിട്ടുണ്ടാവും. അങ്ങനെ ആയിരിക്കും വരിക. പക്ഷെ നിങ്ങൾ ഒരാളുടെ കീഴിലാണെങ്കിൽ നിങ്ങൾ രക്ഷപ്പെടാൻ സാധ്യത വളരെ കുറവാണ്. ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കുറച്ച് പൈസയൊക്കെ നന്നായിട്ട് തന്നെ പോയിട്ടുണ്ടാവും. അതെന്താ വെച്ചാൽ ആവശ്യമില്ലാത്ത ചെലവാണ് എന്നുള്ളത് ഇപ്പോൾ വേണമെച്ചാൽ നിങ്ങൾക്ക് ആഗസ്റ്റിൽ റിയലൈസ് ചെയ്യാൻ പറ്റിയായിരുന്നു. എനിക്കതൊന്നും വാങ്ങേണ്ടിയിരുന്നില്ല എന്നൊരു തോന്നലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. പക്ഷെ നിങ്ങൾ ബിസിനസ്സുകാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അൺഎക്സ്പെക്റ്റഡ് ക്ലയൻസും വരാൻ സാധ്യത വളരെ കൂടുതലായിരുന്നു. ഈ ആഗസ്റ്റ് 15 ശേഷം നിങ്ങൾക്ക് ജോലി ഇല്ലെങ്കിൽ നിങ്ങൾക്കൊരു ഇന്റർവ്യൂ കോൾ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇന്റർവ്യൂ കോൾ മാത്രമല്ല, കരിയർ പരമായിട്ട് ലക്കും നിങ്ങൾക്ക് നല്ല കൂടുതലാണ്. ഇപ്പോൾ ഗവൺമെന്റ് ജോബിനൊക്കെ തേടുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് ഓഗസ്റ്റ് 23 ശേഷം എന്തായാലും നല്ലൊരു ഫേവറബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് നിങ്ങൾക്ക് ന്യൂസ് വരാൻ പോകുന്നത്. നിങ്ങളുടെ പാർട്ട്നേഴ്സിന് എന്തായാലും നിറയെ ഡിമാൻഡ് ഉണ്ടാവും. അതുകൊണ്ട് ദേഷ്യപ്പെടരുത്, കാമായിട്ട് കേട്ട് നിൽക്കുക. അവർ ഡിമാൻഡ് ചെയ്യുന്നത് വാങ്ങിക്കൊടുക്കാൻ ഇപ്പോൾ നിൽക്കരുത്. നോ എന്ന് പറയാൻ പഠിക്കുക. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് സമാധാനം കിട്ടും. പക്ഷെ തിരിച്ച് അങ്ങോട്ട് നിങ്ങൾ ചൂടാവാൻ പോവരുത്, ഒരു ദേഷ്യപ്പെടാനും പോവരുത്. കാമായിട്ട് കേട്ട് നിൽക്കുക. ഇപ്പൊ പറ്റില്ല എന്ന് മയത്തിൽ പറയുക. ഇപ്പോഴല്ല, അത് സാധിച്ചു തരാൻ പറ്റില്ല എന്ന് കറക്റ്റായിട്ട് തന്നെ പറയുക. പക്ഷെ അതൊരു സ്റ്റൂ ബോൺ ആവരുത് എന്ന് മാത്രം. നിങ്ങളിപ്പോൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ഓൺലൈൻ വഴി എന്തായാലും ഒരു റൊമാൻറ്റിക് കണക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പക്ഷെ അത് ഒരു 1.5-2 മാസം നിൽക്കുമോ എന്ന് നിങ്ങൾ തന്നെ സ്വയം ഉറപ്പുവരുത്തണം. അതൊരു 10 ദിവസം കൊണ്ട് നിങ്ങൾ ഓവറായിട്ട് സംസാരിച്ചിട്ട് നിൽക്കുന്ന ഒരു പരിപാടിയാണെങ്കിൽ അതെന്തായാലും നിലനിൽക്കില്ല. നിങ്ങൾക്കൊരു കോമ്പറ്റേറ്റീവ് എക്സാം ഉണ്ടെങ്കിൽ എന്തായാലും അതിൽ ഫോക്കസ് കുറയും. പഠനത്തിൽ ശ്രദ്ധിക്കാൻ പറ്റില്ല. അതുകൊണ്ട് പഠനത്തിൽ മാത്രം ശ്രദ്ധിക്കുക. ആ സമയത്ത് നിങ്ങൾ എന്തായാലും ഫോണൊക്കെ മാറ്റി വെക്കുന്നതായിരിക്കും ഏറ്റവും നല്ലൊരു കാര്യം. ആർട്ട്, ഡിസൈൻ, സൈക്കോളജി എന്നീ വിഷയങ്ങളിലൊക്കെ നിങ്ങൾ എന്തായാലും ഓഗസ്റ്റിൽ എന്തായാലും ഷൈൻ ചെയ്യാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ബിസിനസ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ഒരു അൺഎക്സ്പെക്റ്റഡ് ഗ്രോത്ത് ഒന്നും കൂടി ഉണ്ടാവും. പുതിയ പാർട്ട്നേഴ്സായിട്ട് ഒരിക്കലും ചേരരുത്. ട്രസ്റ്റ് ഇഷ്യൂ ഉണ്ടാവും. സാമ്പത്തികമായിട്ട് തകരാനും സാധ്യതയുണ്ട്. എടുത്തു ചാടി ഒന്നും ചെയ്യരുത്. പുതിയ അൺഎക്സ്പെക്റ്റഡ് ഗ്രോത്ത് ഉണ്ടാവുന്ന ആഗസ്റ്റ് 23-നും 25-നും ഇടയ്ക്കാണ്. ഇതിനിടയിൽ നിങ്ങൾക്ക് ആ ക്ലയൻറ്റ് വന്നില്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ജാതകവും നിങ്ങളുടെ രീതിയും എല്ലാം ഒന്ന് പുനഃപരിശോധിക്കേണ്ടതാണ്. ചൊവ്വാഴ്ചയാണ് അശ്വതിക്കാർക്ക് ഏറ്റവും നല്ല ദിവസം. ഈ ദിവസം അത്യാവശ്യം എപ്പോഴും രാവിലെ സൂര്യനെ തൊഴുകുന്നത് നന്നായിരിക്കും. വിളക്ക് കത്തിക്കുന്നത് നന്നായിരിക്കും. ഒരു പോസിറ്റീവ് എനർജി വരും. അതിനാണ് ഇത് ചെയ്യാൻ പറഞ്ഞത്. എല്ലാ ദിവസവും ചെയ്യുന്നത് നന്നായിരിക്കും. പക്ഷെ ചൊവ്വാഴ്ചകളിൽ നിങ്ങൾക്ക് ഫേവറബിൾ ആക്കാൻ വേണ്ടിയിട്ട് എപ്പോഴും നിങ്ങൾ ശ്രമിക്കുക. കാരണം ചൊവ്വാഴ്ചകളിൽ നിങ്ങൾ എന്ത് ചെയ്താലും അത് കൈമോശം വരില്ല. അതുകൊണ്ട് ആ ദിവസം വെറുതെ നഷ്ടപ്പെടുത്താതെ, വെറുതെ ഇരിക്കാതെ എന്തെങ്കിലുമൊക്കെ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ഫ്യൂച്ചറിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഓവറായിട്ട് ഒന്നും ചിന്തിച്ചു കൂട്ടരുത്. അത് നിങ്ങൾക്ക് ഭാവിയിൽ ബാധിക്കും. ഓവറായിട്ട് പണിയെടുക്കരുത്. അത് നിങ്ങൾക്ക് ഭാവിയിൽ ബാധിക്കും. നിങ്ങൾക്ക് ആരോഗ്യകരമായിട്ട് പ്രശ്നങ്ങൾ കഴിഞ്ഞ കുറെ മാസങ്ങളായിട്ടുണ്ടായിരുന്നു. ഈ മാസത്തോടെ നിങ്ങൾക്ക് ആ ആരോഗ്യത്തിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറും. അതിനായിട്ടുള്ള സാമ്പത്തിക എല്ലാം നിങ്ങൾ ശേഖരിച്ചു വെച്ചിട്ടുണ്ടാവും. അതെല്ലാം ഇപ്പോൾ നന്നായിട്ട് തന്നെ പോവുകയും ചെയ്യും. എത്രയും പെട്ടെന്ന് ആ അസുഖങ്ങൾ മാറ്റുകയാണെങ്കിൽ ഭാവിയിൽ അത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. ഇനി അങ്ങോട്ട് നിങ്ങൾക്ക് ആരോഗ്യപരമായിട്ടും നല്ല കാലം തന്നെയാണ്. ഭരണി നക്ഷത്രക്കാർക്ക് ഈ കഴിഞ്ഞ ജൂലൈയിൽ നിങ്ങൾക്ക് ബന്ധങ്ങളിൽ, അതുപോലെ സർവീസിൽ, പണത്തിൽ
എല്ലാത്തിലും കുറച്ച് തളർച്ച എന്തായാലും ഉണ്ടാവും. അതുമാത്രമല്ല, നിങ്ങൾക്ക് ശുക്രനായിട്ടും കൂടി അത് തളർന്നിട്ടാണ് നിൽക്കുന്നത്. ഈ ജൂലൈയിൽ നിങ്ങൾക്ക് ആരോഗ്യത്തിലും തലവേദനയിലും നിങ്ങൾക്ക് എന്തായാലും പ്രശ്നം അനുഭവപ്പെട്ടിട്ടുണ്ടാവും. പക്ഷെ ഈ ആഗസ്റ്റിൽ അങ്ങനെയല്ല. നിങ്ങൾക്ക് പുതിയൊരു ജോലി സാധ്യതയുണ്ട്. നിങ്ങളിപ്പോൾ ജോലി ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ബോസിനെ ഒരിക്കലും ഔട്ട്ഷൈൻ നിങ്ങൾ ചെയ്യരുത്. നിങ്ങളുടെ ബോസ് തെറ്റാണ് എന്ന് നിങ്ങൾ ഒരിക്കലും പറയരുത്. നിങ്ങൾ നല്ലൊരു എംപ്ലോയി ആയിരിക്കും, നിങ്ങൾക്ക് അതിനെപ്പറ്റി നല്ല കാഴ്ചപ്പാടുണ്ടായിരിക്കും, നിങ്ങളായിരിക്കും ശരി. പക്ഷെ നിങ്ങളത് പറയരുത്. നിങ്ങളുടെ ബോസ് എന്ത് പറയുന്നോ അത് മാത്രം കേൾക്കുന്നതായിരിക്കും നല്ലത്. അത് വിനയത്തോടെ തന്നെ ചിരിച്ച് കേൾക്കുന്നതായിരിക്കും നല്ലത്. കാരണം നിങ്ങൾക്ക് അത് സ്റ്റെബിലിറ്റിക്ക് സഹായിക്കും. ഞാനാണ് ശരി പറഞ്ഞിട്ട് നിങ്ങളെ ഔട്ട്ഷൈൻ ചെയ്താൽ നിങ്ങളെ പിടിച്ച് പുറത്താക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് ചെറിയ ലോണ്, അടിയന്തരമായിട്ടുള്ള സഹായം, കടം ഇങ്ങനെയുള്ളതെല്ലാം കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് പുതിയ ബിസിനസ് തുടങ്ങാൻ പ്ലാൻ ചെയ്യുന്നത് നന്നായിരിക്കും. ആഗസ്റ്റ് 26 ശേഷം നിങ്ങൾ തുടങ്ങുകയാണെങ്കിൽ അത് എന്തായാലും നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകും. അതുവരെ തുടങ്ങാതിരിക്കുന്നതാണ് നല്ലത്. അതുമാത്രമല്ല, ആഗസ്റ്റ് 15-നും 22-നും ഇടയ്ക്ക് നിങ്ങൾ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് നന്നായിരിക്കും. അത് പഠന കാര്യത്തിൽ നോക്കുകയാണെങ്കിൽ കോൺസെൻട്രേഷൻ എന്തായാലും മെച്ചപ്പെടും. അതുമാത്രമല്ല, ഓൺലൈനായിട്ടുള്ള പഠനങ്ങളൊക്കെ കൂടുതൽ ഇൻട്രസ്റ്റ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. ജേർണലിസം, ലോ, ലിറ്ററേച്ചർ, കമ്മ്യൂണിക്കേഷൻ ബേസ്ഡ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻസിലൊക്കെ നിങ്ങൾക്ക് എന്തായാലും ആഗസ്റ്റിൽ ഷൈൻ ചെയ്യാൻ നന്നായിട്ട് പറ്റും. ഇപ്പം നിങ്ങളുടെ റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ, നിങ്ങളിപ്പോൾ പിരിഞ്ഞിരിക്കണ സമയമാണെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ ഇപ്പം നല്ലതാക്കുകയാണെങ്കിൽ അവർ എന്തായാലും പോയവർ തിരിച്ചു വരാൻ സാധ്യത വളരെ കൂടുതലാണ്. പക്ഷെ നിങ്ങൾ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ എന്തായാലും നന്നാക്കണം. അതുപോലെ തന്നെ കല്യാണമൊക്കെ നോക്കുകയാണെങ്കിൽ, കല്യാണം കഴിക്കാൻ തീരുമാനമുള്ളവരാണെങ്കിൽ ഈ ആഗസ്റ്റ് മാസം നിങ്ങൾക്ക് നല്ലൊരു ഫേവർ ആയിരിക്കും. ഹെൽത്ത് പരമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഹോർമോണൽ ഇംബാലൻസ് ഉണ്ടാവും. ഭരണി നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്കായിരിക്കും ഹോർമോണൽ ഇംബാലൻസ് എന്തായാലും ഉണ്ടാവുക. ആണുങ്ങളാണെങ്കിൽ സ്കിൻ അലർജിക്ക് വരാൻ സാധ്യത വളരെ കൂടുതലാണ്. എടുത്തു ചാടി എന്തായാലും മെഡിസിൻസ് ഇപ്പോൾ എടുക്കരുത്. എടുക്കുകയാണെങ്കിൽ എന്തായാലും ആയുർവേദം എടുക്കുന്നത് നല്ലത്. പക്ഷെ മെഡിറ്റേഷൻ നിർബന്ധമായിട്ടും വേണം. ഭരണി നക്ഷത്രക്കാർ പൊതുവെ ധൈര്യശാലികളാണ്. അതിൻ്റെ അഹങ്കാരവുമുണ്ട്. ഇവർ പൊതുവെ സ്വയം കഠിനമായിട്ട് ശിക്ഷിക്കുന്നവരാണ്. ഇവർ കൂട്ടുകാരുടെ കൂടെ ലോയലായിരിക്കും, പക്ഷെ അത് അങ്ങനെ പുറത്ത് കാണിക്കുകയൊന്നുമില്ല. പോരാത്തതിന് ഇവർക്ക് വികടത്വം നന്നായിട്ടുണ്ട്. ഇവരെന്ത് പറയുമ്പോൾ അത് കുറച്ച് തമാശയായിട്ട് എല്ലാവർക്കും തോന്നും, എല്ലാവരും ചിരിക്കുകയും ചെയ്യും. അത് ഇവർക്ക് ജന്മസിദ്ധമാണ്. ശാസ്ത്രീയമായിട്ടും കലാപരമായിട്ടും എല്ലാം ഇവർക്ക് നല്ല കഴിവുമുണ്ട്. ഡെയിലി രാവിലെ എണീച്ചിട്ട് നിങ്ങൾ ഭൂമി ദേവിയെ നോക്കിയിട്ട് നന്ദി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. വെള്ളിയാഴ്ചകളിൽ വെള്ള വസ്ത്രം ഉടുക്കുകയാണെങ്കിൽ അതും നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. കാർത്തിക നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ ജൂലൈയിൽ എന്തായാലും നിങ്ങൾക്ക് ഒരു ഡിസിഷൻ എടുക്കാൻ വളരെ ബുദ്ധിമുട്ടായി ഉണ്ടാവും. അതുപോലെ ജോലി സ്ഥലത്തും എല്ലാവരുടെയും തികച്ചും ഒറ്റപ്പെട്ട പോലെ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. അതൊന്നും ആഗസ്റ്റ് മാസത്തിൽ ഉണ്ടാവില്ല. നിങ്ങളുടെ കൂട്ടിന് ഒരാൾ എന്തായാലും വരും. മിക്കവാറും കാർത്തിക നക്ഷത്രക്കാർക്ക് ജൂലൈ മാസത്തിൽ സാമ്പത്തികം കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. കിട്ടേണ്ട പൈസയൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല. അങ്ങനെ ഇപ്പോൾ പൈസ കിട്ടിയിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് അതിനനുസരിച്ച് ചെലവും ഉണ്ടാവും, വരവിനനുസരിച്ച് ചെലവ് കൂടിപ്പോയിട്ടും ഉണ്ടാവും. ചിലർക്ക് ഒരു അപ്രതീക്ഷിതമായ യാത്ര എന്തായാലും കാർത്തിക നക്ഷത്രക്കാർക്ക് ഉണ്ടായിട്ടുണ്ട്. അതുമാത്രമല്ല, റൊമാൻസിൽ, റിലേഷൻഷിപ്പിൽ എല്ലാം ഒരു അകൽച്ച എന്തായാലും ഉണ്ടാവും. മറുപടി കൊടുക്കാൻ സമയമായി എന്നൊരു ഉൾവിളി നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. കാർത്തിക നക്ഷത്രക്കാർ പൊതുവെ സ്വന്തമായിട്ട് അവർക്കൊരു തീരുമാനം ഉണ്ടാവും, വാക്കിൽ വ്യക്തത ഉണ്ടാവും, എടുത്തു ചാടിയിട്ട് ഓരോന്ന് പറയുകയും ചെയ്യും. ഇവർ കഠിനമായിട്ട് തന്നെ പ്രയത്നിക്കുകയും ചെയ്യും. ആ കഠിനമായിട്ട് പ്രയത്നിച്ചിട്ട് ഇവർക്ക് അംഗീകാരം കിട്ടിയില്ലെങ്കിൽ ഇവർക്ക് ഭയങ്കരമായിട്ട് വിഷമാവുകയും ചെയ്യും. ഇവർക്ക് പ്രണയത്തിൽ
തുറന്നു പറയാത്ത പക്ഷം ഇവർക്കത് ഇഷ്ടാവില്ല. നേരെ വാ നേരെ പോ എന്നൊരു മട്ടാണ് പ്രണയത്തില്. എല്ലാ കാര്യം സത്യസന്ധമായിട്ട് പറഞ്ഞാൽ ഇവർക്ക് ഉൾക്കൊള്ളാൻ കഴിയും. ആഗസ്റ്റ് മാസത്തില് നിങ്ങൾക്ക് താളം തെറ്റിയ പഠനം വീണ്ടും ബാക്ക് ടു ബാക്ക് വരാൻ സാധ്യതയുണ്ട്. നിങ്ങൾ ഫോക്കസ്ഡ് ആവും. നിങ്ങൾ വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അതിനുള്ള ഒരു ഓഫർ വരാനും സാധ്യത ഉണ്ട്. നിങ്ങൾക്ക് റിലേഷൻഷിപ്പിൽ ഒരു ഓപ്പൺ ടാക്കിന് എന്തായാലും ഒരു അവസരം ഉണ്ടാവും. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മനസ്സ് തുറന്ന് പറയുക. പക്ഷെ നിങ്ങൾക്ക് പഴയ റിലേഷൻഷിപ്പ് വരികയാണെങ്കിൽ വേറൊരാളോട് ഭയങ്കര ശക്തമായിട്ടൊരു ആകർഷണം തോന്നും. അത് ഒരു കാരണവശാലും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് ഇപ്പോൾ പറയരുത്. ഒരു കാരണവശാലും പറയരുത്. കാരണം അത് പ്രശ്നമാകും. സാധാരണ പാർട്ട്ണറോട് ഒന്നും ഒളിക്കരുത് എന്നാണ് പറയാറ്. പക്ഷെ ഈ ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾ ഇപ്പോൾ ആ ഒരു ആകർഷണം, എനിക്ക് ഇന്ന ആളോട് ഒരു ഇഷ്ടം തോന്നുന്നുണ്ട് എന്ന് ഒരിക്കലും നിങ്ങൾ നിങ്ങളുടെ പാർട്ട്ണറോട് പറയരുത്. വീട്ടിൽ നിന്ന് കല്യാണാലോചനകൾ വരും. അവരെന്തായാലും വന്ന് കണ്ടിട്ട് പോയിക്കോട്ടെ. നിങ്ങൾ ധൃതിയിൽ ഒരു തീരുമാനം എന്തായാലും പറയരുത്. വലിയൊരു കരിയർ ഓപ്പർച്യൂണിറ്റി ആഗസ്റ്റിൽ വരാൻ സാധ്യത നന്നായിട്ടുണ്ട്. പ്രമോഷൻ, ട്രാൻസ്ഫർ, പുതിയൊരു ജോലി സ്ഥലം, ഇതൊക്കെ മാറാനും സാധ്യതയുണ്ട്. ഇതൊരു യാത്രയായിട്ട് നിങ്ങൾ എന്തായാലും കൂട്ടിയാൽ മതി. ജോബിൽ ഒറ്റപ്പെട്ടു പോയി എന്നുള്ള തോന്നൽ നിങ്ങൾക്ക് എന്തായാലും ജൂലൈയിൽ ഉണ്ടായിരുന്നു. ആഗസ്റ്റിൽ അതിനെന്തായാലും ഒരു മാറ്റം വരുത്താൻ നിങ്ങൾക്ക് എനർജറ്റിക്കലി നന്നായിട്ട് തന്നെ സാധിക്കും. പഴയ ജോലിയിൽ റെസിഗ്നേഷൻ, ജോബ് ഷിഫ്റ്റിംഗ് എന്നിവയെല്ലാം നിങ്ങൾക്ക് ആലോചിക്കാം. പക്ഷെ ഒരു ഇന്റർവ്യൂ കാള് കഴിഞ്ഞിട്ട് മാത്രം നിങ്ങൾ ഇവിടെ റെസിഗ്നേഷൻ കൊടുത്താൽ മതി. ബിസിനസ് പരമായി നോക്കുകയാണെങ്കിൽ ന്യൂ പാർട്ട്ണർഷിപ്പ് ഐഡിയാസ് എല്ലാം വരാം. പക്ഷെ തൽക്കാലം അതെന്തായാലും നിങ്ങൾ പാർട്ട്നേഴ്സിനെ കൂട്ടാണ്ടിരിക്കുകയാണ് നല്ലത്. എന്തായാലും ഒരു മീഡിയം ലാഭം നിങ്ങൾക്ക് ആഗസ്റ്റിൽ ഉണ്ടാവും. ഒരിക്കലും നിങ്ങൾ ഒരു റിസ്ക് ആഗസ്റ്റിൽ എടുക്കരുത്. കാരണം മീഡിയം ഗ്രോത്തിൽ തന്നെ പോകുന്നതാണ് നല്ലത്. കാരണം ഇപ്പൊ ചെയ്തു വെച്ചിരിക്കുന്ന മാർക്കറ്റിംഗ് എന്തായാലും നിങ്ങൾക്ക് ആഗസ്റ്റിൽ ഉപകാരപ്പെടും. അത് തച്ചുടക്കണ പോലെയാവും നിങ്ങൾ റിസ്ക് ടേക്കിങ്. അതുകൊണ്ട് നിങ്ങൾ ഒരു മീഡിയം ഗ്രോത്തിൽ മാത്രം ആഗസ്റ്റിൽ പോവുക. ഇൻവെസ്റ്റ്മെന്റ് വൈസ് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ്, ഒരു ലാൻഡ് റിലേറ്റഡ് ഒക്കെ ഐഡിയാസ് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണം ചെയ്യും. ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് ആങ്സൈറ്റി കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആവശ്യത്തിന് ഉറങ്ങുക. 8 മണിക്കൂർ ഞാൻ ഉറങ്ങി എന്ന് തീർച്ചയാക്കുക. അതിൽ കൂടുതൽ നേരം ഉറങ്ങിയാലും നിങ്ങൾക്ക് നല്ലതാണ്. കാരണം വേറെ ഒന്നുമില്ലെങ്കിലും നിങ്ങൾക്ക് മനസ്സമാധാനം എന്തായാലും നിർബന്ധം ആക്കണം. അതുകൊണ്ട് നന്നായിട്ട് തന്നെ ഉറങ്ങുക. സ്ത്രീകളാണെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് എന്തായാലും ഉണ്ടാവും. അതിനു വേണ്ടിയിട്ടുള്ള പ്രിക്കോഷൻസ് അടിയന്തരമായിട്ട് തന്നെ നിങ്ങൾ എടുക്കണം. നിങ്ങളുടെ ലക്കി കളർ ഓറഞ്ച് ആണ്. അതുകൊണ്ട് എപ്പോഴും ഓറഞ്ച് കളർ ഉപയോഗിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. നിങ്ങൾ ശനിയാഴ്ച എന്തായാലും കറുത്ത വസ്ത്രം ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. കാർത്തിക നക്ഷത്രക്കാർക്ക് ആഗസ്റ്റ് മാസം ഒരു റീബിൽഡിംഗ് മന്ത് ആയിരിക്കും. അതുകൊണ്ട് എന്ത് കാര്യം തുടങ്ങാൻ അധികം വൈകാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതിനുവേണ്ടി എന്തെങ്കിലും മൂവ് ഓൺ ചെയ്യുകയാണെങ്കിൽ ബാക്കിയെല്ലാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് മെല്ലെ പോയിക്കൊണ്ടിരിക്കും. രോഹിണി നക്ഷത്രക്കാർക്ക് ഈ കഴിഞ്ഞ ജൂലൈ മാസത്തില് എന്തായാലും ജോലിയിൽ കുറച്ച് ഋതുത്വം എന്തായാലും ഉണ്ടാവും. ഗാർഹികപരമായിട്ട് നിങ്ങൾ തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അതുമാത്രമല്ല സഹപ്രവർത്തകരുമായിട്ടുള്ള പ്രശ്നങ്ങളും ഉണ്ടായിട്ടുണ്ടാവും. ചെറുതായിട്ടെങ്കിലും ആരോഗ്യപരമായിട്ട് ഒരു വയറുവേദന അങ്ങനെയുള്ള കാര്യങ്ങളും നിങ്ങൾക്ക് എന്തായാലും ജൂലൈയിൽ ഉണ്ടായിട്ടുണ്ടാവും. ഇതെല്ലാം വരാൻ കാരണം നിങ്ങൾ അഭിനന്ദനം ആഗ്രഹിക്കുന്നവരാണ്. അതെന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ നടന്നത്. അതുമാത്രമല്ല നിങ്ങൾക്ക് എന്തായാലും ഈ കഴിഞ്ഞ ജൂലൈ മാസത്തില് പണം കിട്ടിയിട്ടുണ്ടാവും. അതുകൊണ്ട് പടർന്ന് ജീവിക്കാനുള്ള ഒരു സ്വഭാവം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. അതും കൊണ്ടും നിങ്ങൾക്ക് ഗാർഹികപരമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നിങ്ങൾ എന്തായാലും സെൽഫ് കോൺഫിഡൻസ് ആണ്. അതും കൊണ്ട് പ്രശ്നമൊന്നുമില്ല. അതുമാത്രമല്ല നിങ്ങൾക്ക് രതിഭാഗത്തിലും നല്ലൊരു ആത്മവിശ്വാസമുണ്ട്. ഇതെല്ലാം ഇതുപോലെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും നല്ലത്. എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിൽ ഓൺലൈൻ കോഴ്സ്, സർട്ടിഫിക്കേഷൻ കോഴ്സ് എന്നിവയെല്ലാം പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ചേർന്നോളൂ. എന്തായാലും ഗുണം മാത്രമേ ചെയ്യുള്ളൂ. ഹയർ എഡ്യൂക്കേഷൻ നോക്കുകയാണെങ്കിലും അതിൽ എന്തായാലും ഒരു പൂർണ്ണ സംതൃപ്തി ഉണ്ടെങ്കിൽ മാത്രം അതിൽ ചേരുക. എന്തെങ്കിലും ഒരു ചെറിയ സംതൃപ്തി കുറവുണ്ടെങ്കിലും അതിന് മുന്നോട്ട് പോവാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്.
കാരണം നിങ്ങൾക്ക് വേണ്ടത് എന്താണെന്ന് നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് ആലോചിക്കുന്നത് നന്നായിരിക്കും. മറ്റുള്ളവർ പറയണ കേട്ടിട്ട് എൻ്റെ കൂട്ടുകാരൻ അവിടെ ചേർന്നു, അതുകൊണ്ട് അതിന് എനിക്ക് ഇങ്ങനെ ഗുണം ഉണ്ടാവും എന്നൊക്കെ വിചാരിച്ചിട്ട് ചാടിക്കയറിയിട്ട് പൈസ മുടക്കാതെ ഇരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് നല്ലത്. മോശം പ്രതീക്ഷിക്കുന്നവര് നിങ്ങൾ നാളേക്ക് എന്ന് പറഞ്ഞ് വെയിറ്റ് ചെയ്യരുത്. ഇപ്പോൾ തന്നെ നിങ്ങൾ അതിൻ്റെ ഗ്രൗണ്ട് വർക്ക് എന്തായാലും തുടങ്ങിയിരിക്കണം. ഏത് വിധേന എനിക്ക് പ്രമോഷൻ കിട്ടും എന്നിവയുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾ ഇപ്പോൾ റിസ്ക് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പേര് ഉയരത്തിൽ റെക്കമെൻഡ് ചെയ്യാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, ക്രിയേറ്റീവ് ആയിട്ടുള്ള എന്ത് വർക്ക് ചെയ്യുകയാണെങ്കിലും അതിലെല്ലാം ഉയർച്ചയുടെ പാത എന്തായാലും ആഗസ്റ്റ് മാസത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ജോബ് ചേഞ്ച്, ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുന്നവർക്ക് എന്തായാലും വിജയം ഉണ്ടാവും. ബിസിനസ് നോക്കുകയാണെങ്കിൽ ആഗസ്റ്റിനും 10-നും ഇടയിൽ നിങ്ങൾക്ക് എന്തായാലും പണം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, നിങ്ങളുടെ ബ്രാൻഡ് വികസിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇൻഫ്ലുവൻസർ കൊളാബറേഷൻ ഒക്കെ ആലോചിക്കുന്നത് നല്ലതായിരിക്കും. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ചുവടുവെപ്പ് വെക്കുന്നതും നല്ലതായിരിക്കും. ജോയിന്റ് വെഞ്ചറൊക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അതെന്തായാലും മുന്നേറാനും സാധ്യത വളരെ കൂടുതലാണ്. പാരന്റൽ സപ്പോർട്ട്, ആസ്ട്രൽ പ്രോപ്പർട്ടി ഡിസ്കഷൻ ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം ഗുണം ചെയ്യും. നിങ്ങൾ റിലേഷൻഷിപ്പിലാണെങ്കിൽ നിങ്ങളുടെ ബോണ്ടിങ് എന്തായാലും വർദ്ധിക്കും. നിങ്ങളിപ്പോ അകൽച്ച നിൽക്കുകയാണെങ്കിൽ അവർ സംസാരിക്കാൻ വരുന്നുണ്ടെങ്കിൽ ഇതിനു മുമ്പ് അവർ മാറ്റി നിർത്തിയ ഒരു വ്യക്തിയാണ്, എന്നെ നീ പണ്ട് അങ്ങനെ ചെയ്തില്ലേ എന്നൊന്നും വിചാരിച്ചിട്ട് നിങ്ങൾ ഒരു അടി കൂടാൻ പോവാതിരിക്കുകയാണ് നല്ലത്. മുൻകാലത്തുള്ള അവഗണന എന്തായാലും മറച്ചു വെക്കുക, ഒന്ന് മറന്നേക്കുന്നതും നന്നായിരിക്കും. ആഗസ്റ്റ് 18-നും 25-നും ഇടയിൽ എന്തായാലും ഒരു ഇമോഷണൽ റീയൂണിയൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആ ബന്ധം ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകരുത്. കാരണം അത് നിങ്ങൾ കല്യാണം കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ അത് ഭാവിയിൽ പ്രശ്നമാകും. ഉറക്കക്കുറവ് നിങ്ങൾക്ക് നന്നായിട്ടുണ്ട്. നിങ്ങൾ 8 മണിക്കൂർ 9 മണിക്കൂർ ഉറങ്ങാൻ ശ്രമിക്കാറുമുണ്ട്. പക്ഷെ നിങ്ങൾ സ്ലീപ്പിങ്ങിന്റെ പാറ്റേണിൽ എന്തോ തകരാറ് നിങ്ങൾക്ക് ഉണ്ട്. അതെന്തായാലും കണ്ടുപിടിച്ചിട്ട് നിങ്ങൾ അത് നന്നായിട്ട് ചെയ്യുക. മൈഗ്രെയിൻ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതും കൊണ്ട് അതിനുവേണ്ടി പ്രിക്കോഷൻസ് എടുക്കാവുന്നതാണ്. എല്ലാ ബുധനാഴ്ചയും ഒരു വെള്ള പൂവ് ഭഗവതിക്ക് വെക്കുന്നത് നന്നായിരിക്കും. കുട്ടികൾക്ക് ചോക്ലേറ്റ്സ് ആയിട്ടോ പാൽ ഉൽപ്പന്നങ്ങളോ വാങ്ങി കൊടുക്കുന്നതും നിങ്ങൾക്ക് ആഗസ്റ്റ് മാസത്തിൽ ഗുണം ചെയ്യും. റോസോ അല്ലെങ്കിൽ സാൻഡൽവുഡ് പെർഫ്യൂംസോ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അട്രാക്റ്റീവ്നെസ്സിന് നന്നായിട്ട് ഗുണം ചെയ്യും. മകീര നക്ഷത്രക്കാർക്ക് ഈ കഴിഞ്ഞ ജൂലൈയിൽ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്തായാലും സാമ്പത്തികമായിട്ട് ഒരു ചെലവ് കൂടുതലായിട്ട് പോയിട്ടുണ്ടാവും. പക്ഷെ അതിന് ഫാമിലിയുടെ സപ്പോർട്ട് ഉള്ളതും കൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പരിധി വരെ അത് രക്ഷപ്പെട്ടിട്ടുണ്ടാവും. അതുമാത്രമല്ല, പ്രണയത്തില് റിലേഷൻഷിപ്പില് എല്ലാം ഒരു സൈലൻസ് കാണാം. ഒന്നും തുറന്നു പറയാത്ത ഒരു അവസ്ഥ പാർട്ട്ണറുടെ ഭാഗത്തുനിന്നും ഉണ്ടാവും, നിങ്ങളുടെ ഭാഗത്തുനിന്നും എന്തായാലും ഉണ്ടാവും. ജോലിയിൽ അമിതമായിട്ടുള്ള പ്രഷർ എന്തായാലും ജൂലൈയിൽ ഉണ്ടായിട്ടുണ്ടാവും. അത് മാത്രമല്ല, ഒരു ഡെഡ് ലൈൻ എന്തായാലും നിങ്ങൾക്കുണ്ടാവും. അത് നിങ്ങൾക്ക് പ്രശ്നമായിട്ടുണ്ടാവും. ആരോഗ്യത്തിലും നിങ്ങൾക്ക് ചെറിയ പ്രശ്നങ്ങൾ എന്തായാലും ജൂലൈയിൽ ഉണ്ടായിട്ടുണ്ടാവും. ഈ ഡെഡ് ലൈനും പ്രഷറും എല്ലാം വരാൻ കാരണം നിങ്ങൾ പൊതുവെ പെർഫെക്ഷനിസ്റ്റ് ആണ്. അങ്ങനെ ഓവർ പെർഫെക്ഷൻ ആവേണ്ട ആവശ്യമൊന്നുമില്ല. ഓവർ പെർഫെക്ഷൻ നിങ്ങൾക്ക് ഡിപ്രഷൻ മാത്രമേ തരുള്ളൂ, റിസൾട്ട് തരില്ല. അതുകൊണ്ട് എല്ലാം ഓവർ പെർഫെക്റ്റ് ആക്കാൻ നോക്കരുത്. നിങ്ങൾ അതിൽ ഇൻ്റലിജൻ്റ് ആണ്, കമ്മ്യൂണിക്കേറ്റീവ് ആണ്, ലീഡർഷിപ്പ് സ്കില്ല് നിങ്ങൾക്ക് ഉണ്ട്. കമ്മ്യൂണിക്കേഷൻ മേഖലയിൽ ലൈക്ക് മീഡിയ, IT മേഖലയിലൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ തിളങ്ങാൻ കഴിയും. നിങ്ങൾ റൊമാൻറ്റിക് ആണ്, പക്ഷെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കും. അതുകൊണ്ട് നിങ്ങൾ തേപ്പുകാരിയോ ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. എഡ്യൂക്കേഷൻ പരമായിട്ട് നോക്കുകയാണെങ്കിൽ വിദേശത്ത് പോയി പഠിക്കാനുള്ള ഒരു സാധ്യത നിങ്ങൾക്ക് എന്തായാലും കാണുന്നുണ്ട്. അതിന് വേണ്ടിയിട്ട് പേപ്പർ വർക്കോ നിങ്ങൾക്ക് ചെയ്തിട്ടുണ്ടാവും. അതിലെന്തായാലും ഒരു ഫൈനലി ഒരു തീരുമാനം നിങ്ങൾക്ക് ഓഗസ്റ്റിൽ എന്തായാലും ഉണ്ടാവും. ഫോക്കസ് എന്തായാലും അതുകൊണ്ട് ബെറ്റർ ആവും. തോട്ട്സിനെല്ലാം ഒരു ക്ലാരിറ്റി എന്തായാലും വരികയും ചെയ്യും. നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടി പങ്കെടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അതൊരു ബ്രേക്ക് ത്രൂ തന്നെ ആയിരിക്കും മാനസികമായിട്ട്. നേരത്തെ പറഞ്ഞല്ലോ, റിലേഷൻഷിപ്പിൽ എന്തായാലും നിങ്ങൾക്കൊരു സൈലൻസ് ഉണ്ടാവുന്നു. ആ സൈലൻസ് എന്തായാലും മാറും. നിങ്ങൾ നിങ്ങളുടെ വൈഫോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണറോ ആയിട്ട്
നിങ്ങൾ പാർട്ട്നേഴ്സ് ആണെങ്കിൽ നിങ്ങൾ തമ്മിൽ സോമരസം സേവിച്ച് പരസ്പരം സംസാരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കത് പേഴ്സണലി ഗുണം ചെയ്യും. അത് വീട്ടിൽ വെച്ച് മാത്രം ആവുകയാണെങ്കിൽ നല്ലതാണ്. അത് പാർട്ട്ണറിൻ്റെ റെക്കമെൻഡേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഗുണമേ ചെയ്യുകയുള്ളൂ. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്ക് വീട്ടുകാർ മുഖേന എന്തായാലും ഒരു അഫയർ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അത് ഒരു കല്യാണ ആലോചന ആവാനും സാധ്യത വളരെ കൂടുതലാണ്. ഫിനാൻസ് നോക്കുകയാണെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റോ മ്യൂച്വൽ ഫണ്ട്സോ എന്നിവയെല്ലാം തുടങ്ങി അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. അതുപോലെ ഫാമിലിയിൽ നിന്ന് നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് എന്തായാലും ഒരു സഹായം ലഭിക്കുന്നതായിരിക്കും. ആരെങ്കിലും കടം എന്തെങ്കിലും തരാനുണ്ടെങ്കിൽ നിങ്ങൾ അത് മടിക്കാണ്ട് ചോദിക്കുക. അതിൽ എന്തായാലും ഒരു തീർപ്പ് ഉണ്ടാവും. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ മൂത്ത ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും മാനസികമായിട്ട് കുറച്ച് പ്രോബ്ലംസ് ഉണ്ടാവും. ഫാമിലി ആയിട്ട് ഒരു ട്രിപ്പ് എല്ലാം പോകുന്നത് നിങ്ങൾക്ക് ഇമോഷണലി ബോണ്ടിങ് എന്തായാലും കിട്ടുകയും ചെയ്യും. ആഗസ്റ്റ് 15-ാം തീയതിക്ക് ശേഷമാണ് നിങ്ങൾക്ക് ശാരീരികമായിട്ട് ഒരു ആരോഗ്യം എന്തായാലും ഉണ്ടാവുള്ളൂ. അസിഡിറ്റി, ദഹനത്തിന്റെ പ്രശ്നങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ആഗസ്റ്റ് ആദ്യം ഉണ്ടാവും. മാനസിക സമ്മർദ്ദം കൂടുതലായിരിക്കും. അതുപോലെ ബ്ലഡ് പ്രഷറിന് വേരിയേഷൻ നന്നായിട്ടുണ്ടാവും. നിങ്ങൾ നിങ്ങളുടെ സ്ക്രീൻ ടൈം മാത്രം കമ്മിയാക്കിയാൽ മതി, വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി മാനസിക സമ്മർദ്ദം എന്തായാലും കമ്മിയാവും. ആഗസ്റ്റ് 9, 17, 21 ഈ 3 ദിവസം നല്ലൊരു ലക്കി ഡേ ആയിരിക്കും നിങ്ങൾക്ക്. ആഗസ്റ്റ് 3, 12, 26 ഇത് ചലഞ്ചിങ് ഡേ ആണ്. ഈ ഒരു ദിവസം നിങ്ങൾ ഒരു തീരുമാനവും എടുക്കരുത്. ഇമോഷണലി പെട്ടെന്ന് എന്തെങ്കിലും തീരുമാനം എടുത്താൽ അത് നിങ്ങൾക്ക് ഭാവിയിൽ നല്ല പ്രോബ്ലം ആയിരിക്കും. തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രക്കാർ പൊതുവെ നല്ല ചിന്താശക്തി ഉള്ളവരാണ്. അതുമാത്രമല്ല ഇവരുടെ കാഴ്ചപ്പാടും വളരെ വലുതായിരിക്കും. ആത്മാർത്ഥതയുണ്ടാവും. നല്ല പ്യുവർ ആയിട്ടുള്ള സ്നേഹവും ഇവർക്ക് ഉണ്ടാവും. പക്ഷെ ഇടയ്ക്കിടെ ഇവർക്ക് ഓരോരോ മെന്റൽ ഫ്ലക്ച്വേഷൻ എന്തായാലും ഉണ്ടാവും. ഈ കഴിഞ്ഞ ജൂലൈയിൽ നിങ്ങൾക്ക് അൺഎക്സ്പെക്റ്റഡ് വർക്ക് ലോഡ് എന്തായാലും ഉണ്ടാവും. വീട്ടില് അച്ഛനായിട്ട് എന്തായാലും ചിലവര് അടി കൂടിയിട്ടുണ്ടാവും. ആവശ്യമില്ലാത്ത സാധനങ്ങൾ വാങ്ങിയിട്ട് സാമ്പത്തികമായിട്ടും നിങ്ങൾക്ക് ജൂലൈയിൽ ചിലപ്പോൾ പ്രശ്നമായിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾക്ക് സ്ട്രെസ് കൂടിപ്പോയി, ഉറക്കവും കമ്മിയായിപ്പോയി. അതുകൊണ്ട് ആഗസ്റ്റ് മാസത്തിൽ സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ശമ്പളം കിട്ടുകയാണെങ്കിൽ അതിലൊരു 65% നിങ്ങൾ ആദ്യം തന്നെ സേവിങ്സിലേക്ക് മാറ്റണം. വേറൊന്നും ചിന്തിക്കരുത്. 65% സേവിങ്സിലേക്ക് നിങ്ങൾ മാറ്റി വെച്ചോളൂ. അത് അവിടെ കടന്ന് വളർന്നോളും. നിങ്ങൾ എപ്പോഴും നിങ്ങളുടെ എക്സ്പെൻസ് ആയിരിക്കും ആദ്യം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവുക. ഈ ആഗസ്റ്റ് മാസത്തിൽ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി എന്തായാലും സഹപ്രവർത്തകരോ മറ്റുള്ളവരെ എന്തായാലും വാഴ്ത്തും. നിങ്ങൾ ഗവൺമെന്റ് ജോബിലാണെങ്കിൽ നിങ്ങൾ ജോലിയിൽ എന്തായാലും കുറച്ച് നന്നായി ശ്രദ്ധിക്കണം. അതിനു വേണ്ടിയിട്ട് കൂടുതലായിട്ട് വർക്ക് ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. ഫ്രീലാൻസ്, ക്രിയേറ്റേഴ്സ്, ഡിസൈനേഴ്സ്, റൈറ്റേഴ്സ് ഇങ്ങനെയുള്ളവർക്ക് എന്തായാലും ആഗസ്റ്റ് മാസം നന്നായിരിക്കും. ആഗസ്റ്റ് 18 വരെ നിങ്ങൾ എന്തായാലും ഹൈ റിസ്ക് ബിസിനസ്സിൽ എടുക്കരുത്. ഇപ്പോൾ ഉള്ള പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ പാർട്ട്നേഴ്സ് ആയിട്ട് നല്ല ലോഹ്യത്തിലാണെങ്കിൽ ആ വഴിക്ക് നിങ്ങൾക്ക് എന്തായാലും വർക്ക് വരുന്നതാണ്. അതുപോലെ മാർക്കറ്റിംഗ് ചെയ്യുന്നതിലും ശ്രദ്ധിക്കണം. അത് കറക്റ്റ് സ്റ്റഡി ചെയ്തിട്ട് മാത്രം മാർക്കറ്റിംഗ് ചെയ്യുക. മറ്റുള്ളവർ പറയുന്ന കേട്ട് എടുത്ത് ചാടിയിട്ട് മാർക്കറ്റിങ്ങിൽ പൈസ കളയരുത്. നിങ്ങൾക്കൊരു മെന്റൽ ക്ലാരിറ്റി ഉണ്ടെങ്കിൽ മാത്രം അത് ചെയ്യുക. അത് എങ്ങനെ ചെയ്യണമെന്ന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക. നിങ്ങൾ അത് റിസർച്ച് ചെയ്ത് കണ്ടെത്തുക. പഠിക്കുന്ന സ്റ്റുഡൻസിന്, മെഡിക്കൽ, എഞ്ചിനീയറിംഗ്, ലോ സ്റ്റുഡൻസിന് എന്തായാലും ഓഗസ്റ്റ് 2nd വീക്കിന് ശേഷം നല്ല കോൺസെൻട്രേഷൻ കമ്മിയായിരിക്കും. കോമ്പറ്റേറ്റീവ് എക്സാം എന്തായാലും നല്ല ഗുണം ചെയ്യും. റിസൾട്ടിന് വേണ്ടി കാത്തിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്കൊരു പോസിറ്റീവ് ഔട്ട്കം തന്നെ ആയിരിക്കും. സാമ്പത്തികമായിട്ട് ആഗസ്റ്റ് 22 വരെ ഒന്നും ചെലവാക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു സാധനവും പർച്ചേസ് ചെയ്യാതെ നിങ്ങൾ ആഗസ്റ്റ് 22 കുറച്ച് ടൈം കൂടുതലാണ്, അങ്ങനെ മിക്കവർക്കും പറ്റില്ല. പക്ഷെ നിങ്ങൾക്ക് അതിന് സാധിച്ചാൽ നിങ്ങൾ ഭാവിയിൽ എന്തായാലും കോടീശ്വരന്മാരാവും. ഒരു ആഗസ്റ്റ് 14 വരെ നിങ്ങളുടെ പർച്ചേസ് നീട്ടിയാലും കൂടി നിങ്ങൾക്ക് സാമ്പത്തിക ഭദ്രത കൈവരുത്താൻ നിങ്ങൾക്ക് കഴിയും. 22-ാം തീയതി വരെ നിങ്ങൾ കൊണ്ടുപോയി നോക്കൂ, ഗുണം ചെയ്യും. അതുപോലെ ഫ്രണ്ട്സിന്റെ മുന്നിൽ ഷൈൻ ചെയ്യാനോ വെള്ളം അടിക്കാനോ നിങ്ങൾ ഒരിക്കലും പൈസ ചെലവാക്കരുത്. ഇല്ല, എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒഴിഞ്ഞു മാറുക. നിങ്ങളുടെ ഗ്രൂപ്പിൽ, നിങ്ങളുടെ ഗ്യാങ്ങിൽ വേണച്ച നിങ്ങൾ ഒറ്റപ്പെട്ടു പോവുകയായിരിക്കും.
പക്ഷെ പൈസ നിങ്ങളുടേതാണ്. അവരുടെ മുന്നിൽ ഷൈൻ ചെയ്യാനോ അവരുടെ കൂടെ നിൽക്കാനോ പൈസ ചെലവാക്കരുത്. ലോട്ടറി, ചീട്ടുകളി, ഗാംബ്ലിംഗ് ഇങ്ങനെയുള്ള ഒരു കാര്യത്തിലും നിങ്ങൾ പൈസ ഇടരുത്. ആഗസ്റ്റിൽ മാത്രമല്ല, പരമാവധി ഇടാണ്ടിരിക്കുന്നതായിരിക്കും നല്ലത്. വർക്കിംഗ് സ്ഥലത്ത് കൂടെയുള്ളവർ ചിരിച്ചും കൊണ്ട് ചതിക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് ആരെയും വിശ്വസിക്കരുത്. നിങ്ങളുടെ സൽപ്പേര് പരമാവധി അവർ തകർക്കാൻ നോക്കും. കൂടെയുള്ളവരല്ല, മൊത്തത്തിലൊരു തകർക്കാൻ നോക്കലുണ്ടാവും. അതും കൊണ്ട് ഒരു കാര്യം ആരുടെ അടുത്തും പറയാതിരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുക. സിബ്ലിങ്സ് ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു ബന്ധം ഉണ്ടാക്കാൻ കഴിയും. അച്ഛനും അമ്മയൊക്കെ ആയിട്ട് എന്തായാലും പഴയ ഒരു കോൺവെർസേഷൻ, പഴയ കാര്യങ്ങൾ, നൊസ്റ്റാൾജിക് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നിങ്ങൾക്കൊരു നല്ലൊരു ഇമോഷണൽ ബോണ്ട് കിട്ടും. അതൊക്കെ നന്നായിട്ട് തന്നെ സംസാരിക്കുക. പരമാവധി മധുരം അവോയ്ഡ് ചെയ്യുക, ഓയിലി ഫുഡും അവോയ്ഡ് ചെയ്യുക. അത് രണ്ടും നിങ്ങൾക്ക് ദോഷം ചെയ്യും. ആഗസ്റ്റ് 15 ശേഷം നിങ്ങൾക്ക് എന്തായാലും ഒരു മെന്റൽ ക്ലാരിറ്റി എന്തായാലും ഉണ്ടാവും. നിങ്ങളുടെ ലക്കി നമ്പർ 7 അതുകൊണ്ട് എപ്പോഴും ആ ഒരു രീതിയിൽ സഞ്ചരിക്കുക. ലക്കിയുടെ 3, 12, 21 അത് മാത്രമല്ല, ഓഗസ്റ്റ് 10, 21 ഭയങ്കര ചലഞ്ചിങ് ഡേ ആണ്. ഈ ദിവസം വായിച്ച ലീവ് എടുത്തിട്ട് മിണ്ടാണ്ട് എവിടെയെങ്കിലും ഇരിക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. ഒന്നും ചെയ്യാതിരിക്കുന്നതായിരിക്കും ഈ ദിവസം നിങ്ങൾക്ക് ഏറ്റവും ഗുണം ചെയ്യുക. പുണർദ നക്ഷത്രക്കാർക്ക് പൊതുവെ സാമ്പത്തികമായിട്ട് നന്നായിട്ട് തന്നെ നിങ്ങൾ ജൂലൈയിൽ ബുദ്ധിമുട്ടിയിട്ടുണ്ടാവും. കാരണം എല്ലാം അൺഎക്സ്പെക്റ്റഡ് ആയിരുന്നു. പോരാത്തതിന് നിങ്ങൾ സാലറി കിട്ടിയതും ഓരോന്നും ഇങ്ങനെ പർച്ചേസ് ചെയ്തും കൊണ്ടിരുന്നു. ആ സാധനങ്ങളൊന്നും ഇപ്പോൾ നിങ്ങൾക്ക് ഉപയോഗം ഉണ്ടാവില്ല. അതൊക്കെ ആവശ്യമില്ലാത്തതായിരുന്നു. ഇത് കാരണം നിങ്ങൾക്ക് പെട്ടെന്നൊരു എമർജൻസി വന്നപ്പോൾ നിങ്ങളുടെ കയ്യിൽ പൈസ ഉണ്ടായിരുന്നില്ല. ഇതും കൊണ്ടും നിങ്ങൾക്ക് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ നന്നായിട്ട് തന്നെ ജൂലൈയിൽ ഉണ്ടായിരുന്നു. ഈ മാനസിക സമ്മർദ്ദം കാരണം നിങ്ങൾക്ക് ബന്ധങ്ങളിലും കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഈ ബന്ധങ്ങളിലെ തകർച്ച കാരണം ഇപ്പോൾ പരസ്പരം ചെറിയ അകൽച്ചയും എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. ജോലി സ്ഥലത്ത് ടാർഗറ്റ് ഉള്ളത് കൊണ്ട് നിങ്ങൾക്ക് ഹെൽത്ത് ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് ആഗസ്റ്റ് മാസത്തിൽ ഈ പ്രഷറും ടാർഗറ്റിനും നിങ്ങൾക്ക് ഒരു പ്രമോഷൻ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി നിങ്ങൾക്ക് ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങളെ ഭയങ്കരമായിട്ട് മിസ്യൂസ് ചെയ്യാണ്, അവർ നിങ്ങളെ വേണം വെച്ച് കഷ്ടപ്പെടുത്തുകയാണ് എന്ന് തോന്നലുണ്ടെങ്കിൽ നിങ്ങൾ ആഗസ്റ്റ് 20 ശേഷം പുതിയൊരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്യുന്നത് നന്നായിരിക്കും. അതിലെന്തായാലും ബെറ്റർ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് വരികയും ചെയ്യും. അതിന് ഇന്റർവ്യൂവിൽ അറ്റൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. ബിസിനസ്സിൽ പാർട്ട്നേഴ്സായിട്ട് നിങ്ങൾക്ക് സംശയം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സംശയം പറയുക, അത് അവോയ്ഡ് ചെയ്യുക. അവരായിട്ട് ബിസിനസ് ചെയ്യാൻ നിൽക്കരുത്. അത് മാത്രമല്ല, ഫ്രീലാൻസ്, വേറെ കോൺട്രാക്ട് ബിസിനസ് എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതിലെന്തായാലും പുതിയൊരു കോൺട്രാക്ട് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് പഠനത്തിൽ കോൺസെൻട്രേഷൻ കുറവാണ്, അത് മെഡിറ്റേഷനിലൂടെ മാറ്റുക. ആഗസ്റ്റ് മാസത്തിൽ ഈ കോൺസെൻട്രേഷൻ കുറവ് എന്തായാലും ഉണ്ടാവും. അതിനു വേണ്ടിയിട്ട് ഒന്നും ചെയ്തില്ലെങ്കിൽ ആ കോൺസെൻട്രേഷൻ കുറവാണ്, തോറ്റുപോകാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇനി അതല്ല, അത് മാറ്റിയിട്ടാണ് നിങ്ങൾ ചിന്തിക്കുന്നതെങ്കിൽ, നിങ്ങൾ വല്ല റിസൾട്ടിനും വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വിജയ സാധ്യത വളരെ കൂടുതലാണ്. എഞ്ചിനീയറിംഗ്, ലോ, സൈക്കോളജി എന്നിവ അക്കാഡമിക്സ് ഒക്കെ ഉള്ളവർക്ക് എന്തായാലും നല്ലൊരു ഗ്രോത്ത് തന്നെ ഉണ്ടാവും. റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ ജൂലൈയിലെ അകൽച്ച, ഓഗസ്റ്റിൽ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ യോജിക്കാൻ സാധ്യതയുണ്ട്. അപ്പോഴും നിങ്ങൾ ഈഗോയിസ്റ്റിക് ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ ബന്ധം വഷളാവുകയുള്ളൂ. അതുമാത്രമല്ല, നിങ്ങൾ സിംഗിൾ പേഴ്സൺ ആണെങ്കിൽ ആഗസ്റ്റ് 21 ശേഷം നിങ്ങൾക്ക് ഒരു അഫെയറോ ഒരു കല്യാണാലോചന വരാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ ആൾറെഡി ബ്രോക്കൺ ആണെങ്കിൽ എന്തായാലും അത് തിരിച്ചു വരാൻ സാധ്യതയുണ്ട്. ഇമോഷണലി അകറ്റി നിർത്തുക. കാരണം ഒരു തവണ ഒരു പുസ്തകം വായിച്ച വീണ്ടും ആ പുസ്തകം വായിക്കുകയാണെങ്കിൽ അതിൻ്റെ അവസാനം എന്താണെന്ന് നിങ്ങൾക്കേ അറിയാം. അതുകൊണ്ട് പഴയ ബന്ധത്തിലേക്ക് പോവാതിരിക്കുന്നതാണ് നല്ലത്. എന്തായാലും അത് മുന്നോട്ട് പോവില്ല എന്ന് നിങ്ങൾക്ക് ആൾറെഡി അറിയാം. പക്ഷെ നിങ്ങൾ ഇമോഷണലി തീരുമാനം എടുക്കണമെങ്കിൽ നിങ്ങൾ വീണ്ടും കരയുക തന്നെ ഉള്ളൂ. അതുകൊണ്ട് തീരുമാനമൊക്കെ നിങ്ങളുടെ ഇതാണ്. ലോണ്, EMI ഇതെല്ലാം എടുക്കാതിരിക്കുക. കാരണം ക്രെഡിറ്റ് സ്കോറിൽ നല്ല പ്രശ്നമുണ്ടാവും.
അതുമാത്രമല്ല ഇൻവെസ്റ്റ്മെന്റ്, ഫിനാൻഷ്യൽ പ്ലാന് എന്നിവയുണ്ടെങ്കിൽ അതിലെന്തായാലും ഇൻവെസ്റ്റ് ചെയ്തോളൂ. പക്ഷെ പകുതിയിൽ കൂടുതൽ കാശായി ഇപ്പോൾ ഇൻവെസ്റ്റ് ചെയ്യരുത്. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സും ഒഴിവാക്കിക്കോളൂ. ആണുങ്ങളാണെങ്കിൽ ആങ്സൈറ്റി, ഡൈജസ്റ്റീവ് പ്രോബ്ലംസ് എല്ലാം ഉണ്ട്. സ്ത്രീകളാണെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് എന്തായാലും ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ രാത്രി ഉറങ്ങുമ്പോൾ 2 മണിക്കൂർ 3 മണിക്കൂറും ആലോചിച്ചിരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ അതിൽ വെറുതെ ആലോചിച്ച് കിടക്കരുത്. കാരണം അത് നിങ്ങൾക്ക് ദോഷമേ ചെയ്യുകയുള്ളൂ. നിങ്ങൾ പൊതുവെ പഴയതൊന്നും മറക്കില്ല. അത് ഭയങ്കര പ്രോബ്ലമാണ് നിങ്ങൾക്ക്. അതിനി എന്ത് ചെയ്താലും അത് മാറ്റാനും കഴിയില്ല. കാരണം നിങ്ങൾ ജനിച്ചപ്പോൾ മുതൽ അങ്ങനെയാണ്. നിങ്ങൾ ഒരു ഇരട്ടത്താപ്പ് ഉള്ളവരാണ് പലർക്കും. അത് നിങ്ങൾക്ക് പ്രശ്നമായിട്ട് ഭാവിയിൽ ഫലിക്കും. മനസ്സിൽ മൊത്തം വേദന ഉണ്ടാവും, പക്ഷെ പുറത്ത് ചിരിച്ചു കാണിക്കും. അത് മെന്റലി സ്ട്രോങ് ആക്കും, പക്ഷെ അത് സ്ട്രെസ് ഫുള്ളും ആക്കും. മറ്റുള്ളവരുടെ അടുത്ത് എന്ത് പറഞ്ഞാലാണ് അവർക്ക് ആകർഷണം ഉണ്ടാവുക എന്ന് നിങ്ങൾക്ക് നന്നായിട്ട് അറിയാം. ആ കഴിവ് കൂടുതൽ വികസിപ്പിച്ച് എടുക്കുന്നത് നിങ്ങൾക്ക് ഗുണം ചെയ്യും. ഇമോഷണലി അവരെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങൾക്ക് നന്നായിട്ട് തന്നെ അറിയാം. ഉത്രം നക്ഷത്രക്കാർക്ക് ജൂലൈയില് മെന്റലി ക്ലാരിറ്റി ഇല്ലാത്തതുകൊണ്ട് കുറെ സങ്കടങ്ങൾ എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. അതുമാത്രമല്ല, കുടുംബപരമായിട്ടുള്ള ഒരു മാനസിക അകൽച്ചയും നിങ്ങളെ കുറച്ച് തളർത്തിയിട്ടുണ്ട്. പോരാത്തതിന് സാമ്പത്തികമായിട്ട് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ വാങ്ങിക്കൂട്ടിയിട്ടുള്ള പ്രശ്നങ്ങളും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ ചില സ്ഥലത്ത് നിങ്ങൾക്ക് ഗുണനിലവാരം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഒരു തിരക്കേടില്ലാണ്ട് ഈ ജൂലൈ മാസം എന്തായാലും പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ഓഗസ്റ്റ് മാസത്തിൽ അനാവശ്യ ചെലവുകൾ കുറയ്ക്കാൻ ശ്രമിക്കുക. അത്യാവശ്യം ഓഗസ്റ്റ് 15-ാം തീയതി 16-ാം തീയതി വരെ നിങ്ങൾ പർച്ചേസ് ഒന്നും പരമാവധി നടത്താണ്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. EMI അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മാത്രം താഴ്ത്തിയിടാണ്ട് അത് മാത്രം അടയ്ക്കുക. ഇനി നിങ്ങൾ എന്തെങ്കിലും ലോണിൽ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അതടക്കം നിങ്ങൾക്ക് എന്തായാലും പാസ്സാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, നിങ്ങൾ കടം കൊടുത്തിട്ടുണ്ടെങ്കിൽ അതും തിരിച്ച് നിങ്ങൾക്ക് എന്തായാലും ഓഗസ്റ്റ് മാസത്തിൽ കിട്ടുന്നതാണ്. കിട്ടിയില്ലെങ്കിൽ ചോദിക്കാൻ ഒരിക്കലും മടിക്കരുത്. നേരിട്ട് തന്നെ പരമാവധി ചോദിക്കുക. താഴ്മയായിട്ട് ചോദിക്കരുത് എന്ന് പറഞ്ഞിട്ട് ഭീഷണിപ്പെടുത്തണം എന്നല്ല ഞാൻ പറയുന്നത്. നേരിട്ട് അവരെ കണ്ട് തന്നെ ചോദിക്കുക. ധൈര്യത്തോടെ ചോദിക്കുക. ഇപ്പൊ നിങ്ങളുടെ ബിസിനസ്സിൽ മുടങ്ങി എന്തെങ്കിലും കോർപ്പറേറ്റ് പദ്ധതികൾ ഉണ്ടെങ്കിൽ അതെന്തായാലും തിരിച്ച് ലഭിക്കും. അതുകൊണ്ട് അവിടെ നിങ്ങൾ ഒരു ഡിമാൻഡ് ഇടുന്നത് നന്നായിരിക്കും. കുഴപ്പമില്ല, അവർ ക്ഷമിക്കുമെന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ക്ഷമിക്കരുത്. നിങ്ങൾ ക്ഷമിച്ച പോലെ കാണിക്കാം, പക്ഷെ ഡിമാൻഡ് നിങ്ങൾ ഉണ്ടാക്കിയെടുക്കണം. ഗവൺമെന്റ് ജോലിയെല്ലാം ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്കൊരു ഇന്റർവ്യൂ വിളി എന്തായാലും പ്രതീക്ഷിക്കാം. അതുകൊണ്ട് ഇന്റർവ്യൂ നന്നാക്കാൻ ശ്രമിക്കുക. അതൊരു പ്രതീക്ഷ മാത്രം വെച്ചാൽ മതി. ഓവറായിട്ട് എക്സൈറ്റഡ് ആവരുത്. ഹയർ എഡ്യൂക്കേഷൻ ആഗ്രഹിക്കുന്നവർക്ക്, വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തവർക്കും നല്ല ഒരു കോള് വരാൻ സാധ്യതയുണ്ട്. ഡിഗ്രി പഠിക്കുന്നവർക്കാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ശ്രദ്ധ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് ശ്രദ്ധ കൂട്ടാൻ ശ്രമിക്കുക. സ്ക്രീനിങ് ടൈം കമ്മിയാക്കുക എന്ന് മാത്രമേ നിങ്ങൾക്കിപ്പോൾ ചെയ്യാൻ കഴിയുള്ളൂ. അല്ലെങ്കിൽ ഇഷ്ടമുള്ള ഹോബീസ് ചെയ്യുക. നിങ്ങൾക്ക് ഫോണിൽ കളിക്കാൻ ഇഷ്ടമെങ്കിൽ ഫോണിൽ കളിക്കാതിരിക്കുക. വേറെ ഹോബീസ് ഉണ്ടാവും, അത് ചെയ്യുക. മുൻകാല പ്രണയത്തിൽ നിന്ന് ഇപ്പോൾ വിട്ടു നിൽക്കുന്നുണ്ടാവും. പഴയ പ്രണയം വീണ്ടും കൂട്ടിച്ചേർക്കാൻ ശ്രമിക്കുന്നത് ഭാവിയിൽ കുറച്ച് മണ്ടത്തരമാവാൻ സാധ്യത വളരെ കൂടുതലാണ്. വിവാഹം ആലോചിക്കുന്നുണ്ടെങ്കിൽ നന്നായിട്ട് തന്നെ മുന്നോട്ട് പോവുക. അതിലെന്തായാലും പോസിറ്റീവ് സൈന് എന്തായാലും ഉണ്ടാവും. കണ്ണിന് തളർച്ച, തലവേദന ഇതെല്ലാം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. സമയത്തിന് ഭക്ഷണം കഴിക്കാത്തതിൻ്റെ പ്രശ്നവും നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പൈൽസ് ഉള്ളവർ കുറച്ചും കൂടി ശ്രദ്ധിക്കുക. ഇല്ലാത്തവർ എന്തായാലും എരിവിൻ്റെ കാര്യത്തിലും ശ്രദ്ധിക്കേണ്ടതാണ്. നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, പക്ഷെ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നിങ്ങൾ ഓവറായിട്ട് ചിന്തിക്കും. അതൊരു പ്രശ്നമാണ്. ഇത് കൂടുതലും സ്ത്രീകളിലാണ് കണ്ടിരിക്കുന്നത്. രാത്രി 2-3 മണിക്കൂർ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ ആലോചിച്ച് കൂട്ടും. അതിൻ്റെ ആവശ്യം നിങ്ങൾക്ക് ഇല്ല. നിങ്ങൾ നല്ല സമാധാന പ്രിയരാണ്, പക്ഷെ എന്തെങ്കിലും പ്രൊവോക്കഡ് ആകുമ്പോൾ നിങ്ങൾ മറ്റുള്ളവരിൽ പ്രതികരിക്കുന്ന രീതി അത് ഭയങ്കര ദയനീയമായിരിക്കും. അതുകൊണ്ട് കുറെ പേരുദോഷങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അത്തം നക്ഷത്രക്കാർ പൊതുവെ പെട്ടെന്ന് ഇവർക്ക് ആശയങ്ങൾ നന്നായിട്ട് വരും.
അത് നല്ല ക്രിയേറ്റിവിറ്റി ആയിരിക്കും. അതുകൊണ്ട് നിങ്ങളുടെ ആശയം പെട്ടെന്ന് വരുന്നത് കൊണ്ട് അത് മോശമാണെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾ ചെറിയ കാര്യങ്ങളടക്കം സിസ്റ്റമാറ്റിക്കായിട്ട് നിങ്ങൾ നന്നായിട്ട് ചെയ്യാറുള്ളൂ. നിങ്ങൾക്ക് ബിസിനസ്സാണ് ഏറ്റവും നല്ല ഗുണം ചെയ്യുള്ളൂ. വർക്കാണെങ്കിലും കുഴപ്പമില്ല, പക്ഷെ കുറച്ച് റിസ്ക് എടുത്താൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു സക്സസ് ഉണ്ടാവും. നിങ്ങൾക്ക് പൊതുവേ അഹങ്കാരം കുറവാണ്, പക്ഷെ പല കാര്യത്തിലും ഇന്നർ ഈഗോ വളരെ കൂടുതലാണ്. അത് പുറത്ത് കാണിക്കാത്തത് കൊണ്ട് നിങ്ങൾ വളരെ വിനയം കൂടുതലാണ് എന്ന് സാധാരണ മറ്റുള്ളവർ പറയാറുണ്ട്. ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് പ്രണയത്തിൽ ഒരു അകൽച്ച, പിരിയൽ എല്ലാം ഉണ്ടായിട്ടുണ്ടാവും. അതുമാത്രമല്ല, ഇൻ്റർവ്യൂവിൽ നിങ്ങൾക്ക് ഒരു പോസിറ്റീവ് സൈനും നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവില്ല. ഇൻ്റർവ്യൂവിന് ശേഷം ഒരു കോളിങ്ങും പലർക്കും വന്നിട്ടുണ്ടാവില്ല. അതുമാത്രമല്ല, നിങ്ങൾക്ക് കിട്ടാനുള്ള കടം അതൊട്ട് കിട്ടിയിട്ടും ഉണ്ടാവില്ല. പൈസ എല്ലാം പെൻഡിങ്ങും ആയിട്ടുണ്ടാവും. വിദ്യാർത്ഥികൾക്ക് ആഗസ്റ്റ് മാസം നല്ല ഒരു ഇതാണ്. നിങ്ങൾ വല്ല കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുകയാണെങ്കിൽ അതിൽ 10-ാം തീയതിക്കും 20-ാം തീയതിക്കും ഇടയിലാണെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരു റിസൾട്ടായി ഉണ്ടാക്കാൻ കഴിയും. റൈറ്റിംഗ്, ഡിസൈന്, ആർട്ട്, കമ്മ്യൂണിക്കേഷൻ എന്നിവയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും ശോഭിക്കാനും കഴിയും. ഇപ്പം നിങ്ങൾ ഫ്രീലാൻസ്, ടീച്ചേഴ്സ്, ആർട്ട്, കോവർക്ക് എന്നിവയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു മാസം തന്നെയായിരിക്കും. നിങ്ങൾക്ക് പുതിയ റെസ്പോൺസിബിലിറ്റി വരാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് അത് ധൈര്യസമേതം പറ്റുകയാണെങ്കിൽ പറ്റും എന്ന് പറയാ, ഇല്ലെങ്കിൽ ഇല്ല എന്ന് പറയാ. ഒരു ശങ്കിച്ചിട്ട് എൻ്റെ ബോസ് എന്തെങ്കിലും വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ അത് യെസ് വെറുതെ പറയണ്ട. അത് ഭാവിയിൽ ഗുണം ചെയ്യും. പറ്റുകയാണെങ്കിൽ മാത്രം ഇതെല്ലാം സ്വീകരിക്കുക. നിങ്ങളുടെ കൂടെയുള്ള എംപ്ലോയീസിന് ജലസി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ വർക്കിന് ഇതിനു മുമ്പ് എന്തെങ്കിലുമൊക്കെ കുറ്റം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെല്ലാം വീണ്ടും പറയാതിരിക്കാൻ ശ്രമിക്കുക. കാരണം അവർ പാര വെക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. ഹ്യൂമൻ മെയ്ഡ് പ്രൊഡക്ട്സ്, അതുപോലെ തന്നെ വേറെ ചെറിയ കുടിൽ വ്യവസായ ബിസിനസ്, ഇതൊക്കെയാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ, ഇതൊക്കെയാണ് നിങ്ങൾ ആരംഭിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഒരു സക്സസ് കാണാൻ എന്തായാലും ഇതിൽ നിന്ന് കഴിയും. അതുപോലെ ഓഗസ്റ്റ് 5 മുതൽ 15 വരെ എല്ലാ കാര്യത്തിലും നിങ്ങളുടെ സാധനത്തിന് വില കുറച്ച് ആൾക്കാർ കാണും, വില കുറച്ച് വാങ്ങിക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് നെഗോസിയേഷനിലൂടെ വില എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുക. അതുമാത്രമല്ല, നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ വിഷ്വൽ മാർക്കറ്റിംഗ് കറക്റ്റ് ആണോ എന്നതും കൂടി നിങ്ങൾ എപ്പോഴും ഉറപ്പുവരുത്തണം. അതായത് ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലൊക്കെ നിങ്ങൾ പ്രൊഡക്റ്റിൻ്റെ പരസ്യം കൊടുക്കുന്നുണ്ടെങ്കിൽ, ഡിജിറ്റൽ മാർക്കറ്റിംഗ് കൊടുക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം കറക്റ്റ് ആണെന്ന് എപ്പോഴും വാച്ച് ചെയ്യണം. ചെറിയ ലോസസ് എല്ലാം ഉണ്ടെങ്കിൽ അതെല്ലാം അവോയ്ഡ് ചെയ്യുക. പാർട്ട്നേഴ്സായിട്ട് വരുന്ന ലോസൊക്കെ ഉണ്ടെങ്കിൽ അത് കണ്ടില്ല എന്ന് ജസ്റ്റ് ഇപ്പോൾ നടിക്കുക, പക്ഷെ എന്നാലും അതൊന്നും മെൻഷൻ ചെയ്യുന്നത് നന്നായിരിക്കും. ഗോൾഡ് പരമായിട്ടോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട്സിൽ എന്തെങ്കിലും ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ 18-ാം തീയതിക്ക് ശേഷം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗുണം മാത്രമേ ഉണ്ടാവുകയുള്ളൂ. റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് പെട്ടെന്ന് അടുക്കുകയും ചെയ്യും, പെട്ടെന്ന് അകലുകയും ചെയ്യും. നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫാണെങ്കിൽ നിങ്ങളുടെ കമ്മ്യൂണിക്കേഷൻ കറക്റ്റ് ആക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ആരെങ്കിലും ഒരാൾ പറയുന്നത് വേറൊരാൾ പൂർണ്ണമായിട്ടും കേൾക്കുക മാത്രം ചെയ്താൽ മതി. ഇടയിൽ കയറി സംസാരിച്ചിട്ട് അത് ഓവർ റിയാക്ട് ചെയ്തിട്ട് വഷളാക്കുകയല്ല വേണ്ടത്. ഒന്നുമില്ലെങ്കിൽ നിങ്ങൾ പറയുന്നത് അവർ കേൾക്കാൻ തയ്യാറാവണം, അല്ലെങ്കിൽ അവർ പറയുന്നത് നിങ്ങൾ കേൾക്കാൻ തയ്യാറാവണം. നിങ്ങൾ കേൾക്കുന്നതായിരിക്കും ഉത്തമം. അതിനുള്ള ക്ഷമ നിങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ട് റിയാക്ട് ചെയ്യാതെ അവർ പറയുന്നത് കേട്ടാൽ നിങ്ങൾക്കത് ഫേവർ ആയിരിക്കും. പാസ്റ്റ് റിലേഷൻഷിപ്പിൽ പാസ്റ്റ് കണക്ഷൻ വീണ്ടും റീബിൽഡ് ആവാൻ സാധ്യതയുണ്ട്. സംസാരിച്ചോളൂ. സംസാരിക്കുമ്പോഴും ഇപ്പോഴത്തെ പാർട്ട്ണറോട് അത് മെൻഷൻ ചെയ്യുക. ജസ്റ്റ് ഇവ ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്നത്. കൂടുതലായിട്ട് ഒരു ബന്ധത്തിലേക്ക് പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. സിംഗിൾ ആയവർക്ക് ഒരു പ്രപ്പോസൽ വരാം, ഒരു കല്യാണ കാഴ്ച ഉണ്ടാവും. അതുമാത്രമല്ല, നിങ്ങൾക്കൊരു ഫസ്റ്റ് ഡേറ്റിനുള്ള ചാൻസ് ഉണ്ട്. അത് ബുദ്ധിപൂർവം യുക്തിപൂർവം മാത്രം കൈകാര്യം ചെയ്യുക. ആഗസ്റ്റ് 5, ആഗസ്റ്റ് 10, ആഗസ്റ്റ് 14, ആഗസ്റ്റ് 21, ആഗസ്റ്റ് 28 ഈ ദിവസങ്ങളിലാണ് നിങ്ങൾക്ക് ഫേവറബിൾ ആയിട്ടുള്ള ദിവസം. എന്തെങ്കിലും ഒരു നല്ല ഡിസിഷനിലോ നല്ല കാര്യത്തിനോ ഇറങ്ങുകയാണെങ്കിൽ ഈ ദിവസങ്ങൾ സ്വീകരിക്കുന്നത് നന്നായിരിക്കും. ഓഗസ്റ്റ് 3, ഓഗസ്റ്റ് 11, ഓഗസ്റ്റ് 28, ഓഗസ്റ്റ് 26 കൂടിയുണ്ട്. ഇത്രയും ദിവസങ്ങളിൽ ചലഞ്ചിങ് ആണ്. പരമാവധി ലീവ് എടുത്ത് ഈ സമയത്ത് ഒന്നും ചെയ്യാതെ ഇരിക്കുകയാണെങ്കിൽ വലിയ അപകടങ്ങളോ
വലിയ മോശമായിട്ട് ഭാവിയിൽ വരാനുള്ള സാധ്യതകളൊക്കെ വളരെ കമ്മിയായിരിക്കും. ചിത്തിര നക്ഷത്രക്കാർ പൊതുവെ ചിന്താശേഷി കൂടുതലുള്ളവരാണ്. അതും കൊണ്ട് തന്നെ ഇവർ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ വെറുതെ ചിന്തിച്ച് കൂട്ടിയിട്ട് ഓവർ തിങ്കിങ് കാരണം വെറുതെ സ്ട്രെസ് അനുഭവിക്കും. നല്ല സ്വതന്ത്ര ചിന്തയുള്ളവരാണ്. നല്ല സൗന്ദര്യമുള്ളവരായിരിക്കും ഇവർ കൂടുതൽ. എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങി പ്രവർത്തിക്കാൻ ഇവർക്ക് വലിയ ഭയം ഒന്നും ഉണ്ടാവില്ല. ഓൺലൈൻ കോഴ്സ് ചെയ്യുന്നവർക്ക് നല്ലൊരു ഔട്ട്പുട്ട് കിട്ടും. ഹയർ എഡ്യൂക്കേഷൻ വിദേശത്ത് നോക്കുന്നവർക്ക് നല്ലൊരു കാൾ ഓഫ് ആക്ഷൻ തന്നെയാണ്. അതുകൊണ്ട് ബെറ്റർ ആയിട്ടുള്ളത് മാത്രം ചെയ്യുക. പരമാവധി വിദേശത്തേക്ക് നോക്കുന്നത് തന്നെയായിരിക്കും നിങ്ങൾക്ക് ബുദ്ധി. കാരണം നിങ്ങൾക്കത് ഭാവിയിൽ ഗുണം മാത്രമേ ചെയ്യുള്ളൂ. കുറച്ച് കഷ്ടപ്പാട് ഇപ്പം അനുഭവിക്കാമെങ്കിലും അത് പ്രോബ്ലമേ അല്ല. ഈ കഴിഞ്ഞ ജൂലൈയിൽ എന്തായാലും നിങ്ങൾക്ക് ശാരീരികമായിട്ട് കുറച്ച് അസ്വസ്ഥയുണ്ടായി, അത് മാനസികമായിട്ടും പ്രശ്നമുണ്ടായി. നിങ്ങൾക്ക് ചിലവ് എന്തായാലും കുറച്ച് കമ്മി തന്നെയായിരിക്കും. പക്ഷെ ഉള്ള ചിലവിൽ നിങ്ങൾ കൂടുതൽ ചിന്തിച്ചിട്ട് ഒരു ഡിസിഷനിൽ എന്തായാലും ജൂലൈയിൽ എത്തിയിട്ടുണ്ടാവും. വ്യാപാര മേഖലയിൽ പുതിയ അവസരങ്ങൾ എന്തായാലും ജൂലൈയിൽ ഉണ്ടാവും. പുതിയ ലക്ഷ്യങ്ങളും ദൗത്യങ്ങളും ടാർഗറ്റുകൾ ഇതെല്ലാം നിങ്ങൾക്ക് ജൂലൈയിൽ മിക്കവാറും വന്ന് ഭവിച്ചിട്ടുണ്ടാവും. അതുകൊണ്ട് ആഗസ്റ്റ് മാസത്തിൽ ക്രിയേറ്റീവായിട്ട് മീഡിയ ഡിസൈൻ എന്നിവയിലൊക്കെ നല്ല ഒരു മുന്നേറ്റം നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. നിങ്ങൾക്ക് ബിസിനസ് ആണെങ്കിൽ ഗവൺമെന്റ് വഴി വരുന്ന ടെൻഡർ നിങ്ങൾക്ക് എന്തായാലും ലഭിച്ചിരിക്കും. ഒരു ചെറുകിട നഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ഉണ്ടാവും. അതെന്തായാലും നിങ്ങൾ അതിജീവിച്ചേ പറ്റുള്ളൂ. ഈ അതിജീവിക്കാൻ നിങ്ങൾക്ക് പഴയ കടം ചോദിക്കാം. മിക്കവാറും കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ചോദിക്കാൻ ഒരു മടിയും വിചാരിക്കേണ്ട. അത് ആരായാലും ശരി. ഭാവിയിൽ നിങ്ങൾക്കത് ചോദിക്കാത്തതിനുള്ള വിഷമം നിങ്ങൾക്ക് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. മ്യൂച്വൽ ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് തുടങ്ങാവുന്നതാണ്. നിങ്ങൾക്കത് ഗുണം ചെയ്യും. നിങ്ങൾ വിവാഹിതനാണെങ്കിൽ നിങ്ങൾ പാർട്ട്ണറായിട്ട് ഡിസ്റ്റൻസ് ഉണ്ടെങ്കിൽ ആ ഡിസ്റ്റൻസ് കുറയും. കുറച്ച് സംസാരിച്ചാൽ മതി, അത്രേ ആവശ്യമുള്ളൂ. നിങ്ങൾ സിംഗിൾ ലൈഫാണെങ്കിൽ ഒരു റിലേഷൻഷിപ്പിന് ഒരു സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് പിതൃത്വം മാതൃത്വം എല്ലാം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. സിബ്ലിങ്സ് ആയിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതുകൊണ്ട് ആ പ്രശ്നങ്ങളെല്ലാം സംസാരിച്ച് തീർക്കാവുന്നതേ ഉള്ളൂ. പരമാവധി ശ്രമിക്കുക. മാതാപിതാക്കൾക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ നിങ്ങൾ ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾ എന്തായാലും ടേക്ക് കെയർ ചെയ്യേണ്ടി വരും. BP ആങ്സൈറ്റി എന്നീ പ്രശ്നങ്ങൾ എന്തായാലും ഉണ്ടാവും. സ്ത്രീകളാണെങ്കിൽ ഹോർമോണൽ ഇംബാലൻസ് കൂടുതലും വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഒന്നുമില്ലെങ്കിൽ ദിവസം രാവിലെ സൂര്യ നമസ്കാരം ചെയ്യുക, അല്ലെങ്കിൽ സൂര്യനെ തൊഴുകുക, അല്ലെങ്കിൽ വൈകുന്നേരം ഒരു ദേവീക്ഷേത്രത്തിൽ ഒരു ആലിൻ്റെ ചോട്ടിൽ ഒരു അരമണിക്കൂർ മിണ്ടാണ്ട് ഇരിക്കുന്നതും നിങ്ങൾക്ക് നന്നായിരിക്കും. അവിടെയും ഫോൺ നോക്കി ഉപയോഗിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. സ്വാതി നക്ഷത്രം, അതായത് ചോതി നക്ഷത്രക്കാർ പൊതുവെ സ്വതന്ത്ര മനസ്സുള്ളവരാണ്. ആരുടെ കീഴിലും അങ്ങനെ നിൽക്കാൻ താല്പര്യമില്ലാത്തവരാണ്. അതുമാത്രമല്ല നിങ്ങൾ പൊതുവെ നല്ല സക്സസ്ഫുൾ തന്നെയായിരിക്കും. ഏതു വിധേനയും നിങ്ങൾ പണമുണ്ടാക്കും. നിങ്ങളുടെ കൂടെയുള്ളവർ സന്തോഷമായിട്ട് ഇരിക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ്. ഒപ്പം തന്നെ തങ്ങളോട് ചോദ്യം ചെയ്യാൻ പാടില്ല എന്ന ഒരു വിചാരം കൂടി നിങ്ങൾക്ക് ഉണ്ട്. ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് ജോലി സംബന്ധമായിട്ട് വളരെ തളർച്ചയുണ്ടായിരുന്നു. പല ബന്ധങ്ങളും നിങ്ങൾക്ക് ഇല്ലാതായിട്ടുണ്ട്. പലരും വിരോധാഭാസം നിങ്ങളെപ്പറ്റി നന്നായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ. പക്ഷെ അതെല്ലാം നിങ്ങൾക്ക് ടേക്ക് കെയർ ചെയ്യാൻ എന്തായാലും പറ്റിയിട്ടും ഉണ്ടാവും. ബന്ധങ്ങളിൽ നല്ലൊരു ഇടവേളയുണ്ടായിരുന്നു. വിരോധങ്ങളും ഉണ്ടായിരുന്നു. നിങ്ങളിപ്പോൾ സ്റ്റുഡൻസ് ആണെങ്കിൽ എന്തായാലും നിങ്ങൾക്കിപ്പോൾ രാഹു ഇരിക്കണവും കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും പഠനത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് പരീക്ഷയ്ക്ക് എഴുതുമ്പോൾ കുറച്ച് ജാഗ്രത പാലിക്കുക. നിങ്ങൾക്ക് കോൺസെൻട്രേഷൻ വരുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പക്ഷെ കൂടുതലും വ്യതിചലിച്ച് പോവും. അതിപ്പോൾ പറഞ്ഞിട്ട് കാര്യവുമില്ല. പക്ഷെ എന്തൊക്കെ പറഞ്ഞാൽ ആസ്ട്രോന് മേലെ നമ്മുടെ മൈൻഡ് തന്നെയാണ്. അതെപ്പോഴും ഓർമ്മയിരിക്കട്ടെ. വിദേശ പഠനം ഹയർ എഡ്യൂക്കേഷനൊക്കെ നോക്കുന്നുണ്ടെങ്കിൽ എന്തായാലും നല്ലൊരു മാസം തന്നെയായിരിക്കും. പോസിറ്റീവ് സൈനാണ്. സഹപ്രവർത്തകരുമായിട്ടുള്ള ഇടപെടലിൽ കുറച്ച് സന്തുലനം വരുത്തുക. അതുമാത്രമല്ല പുതിയ ബിസിനസ്
തുടങ്ങാൻ പറ്റിയ ഒരു മാസമല്ല ഓഗസ്റ്റ്. ആൾറെഡി കുറെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അത് മാത്രം ടേക്ക് കെയർ ചെയ്തു പോവുക. ആഗസ്റ്റ് കുറച്ച് പ്രശ്നമുള്ള മാസമാണ് ഇൻവെസ്റ്റ്മെന്റ് ബേസിൽ. സ്വന്തമായിട്ട് ബിസിനസ് ആരംഭിക്കരുത്. അതുപോലെ ബിസിനസ് ആൾറെഡി ടേക്ക് കെയർ ചെയ്ത് കൊണ്ടുപോകുന്നവർക്ക് ഹയർ ഒഫീഷ്യൽസിൻ്റെ കുറച്ച് ക്രിട്ടിക്സ് അനുഭവപ്പെടാൻ സാധ്യതയുണ്ട്. ജോലിക്ക് എന്തായാലും ഒരു മാറ്റം ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ഗുണമാണ്. നിങ്ങൾക്ക് അത് അന്വേഷിക്കാം. സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ എന്തായാലും കുറയാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ പണവുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യമുണ്ടെങ്കിൽ ഒരു തവണ വെരിഫിക്കേഷൻ കഴിഞ്ഞാലും വീണ്ടും പക്കയായിട്ട് തന്നെ ഫുൾ ക്ലാരിറ്റിയോടെ ആദ്യം മൂലം വെരിഫൈ ചെയ്യുക. അത് നിങ്ങൾക്ക് എന്തായാലും പ്രോബ്ലംസ് ഉണ്ടാക്കും. അതുമാത്രമല്ല, ജൂലൈയിൽ ഇപ്പോൾ കെട്ടിടം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പണി ചെയ്യുമ്പോൾ അതിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. ആ പ്രശ്നങ്ങളെല്ലാം ഓഗസ്റ്റിൽ മാറിക്കിട്ടും. നിങ്ങൾ കാമുകന്മാരാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും സംസാരിച്ച് തീരാവുന്ന പ്രശ്നമേ ഇപ്പോഴുള്ളൂ. അതുകൊണ്ട് സംസാരിച്ച് തീർക്കാവുന്ന പ്രശ്നമാണ്. അത് തീർക്കുക, ഓഗസ്റ്റിനുള്ളിൽ തന്നെ തീർക്കുക. ഇപ്പോൾ വിവാഹമോചനത്തിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ നിങ്ങൾക്കൊരു ഇമോഷണൽ സപ്പോർട്ട് ഇപ്പോൾ വളരെ ആവശ്യമാണ്. നിങ്ങളുടെ പാർട്ട്ണറുടെ അടുത്ത് തന്നെ വീണ്ടും തുറന്ന് സംസാരിക്കുകയാണെങ്കിൽ കാര്യങ്ങൾ സ്മൂത്തായിട്ട് മുന്നോട്ട് പോകും. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇമോഷണൽ സപ്പോർട്ട് എവിടെ നിന്ന് കിട്ടുന്നോ അവിടെ ചായുകയും ചെയ്യും. ഈ ഉള്ള ബന്ധം എന്തായാലും പൂർണ്ണമായിട്ട് ഇല്ലാതാവുകയും ചെയ്യും. അതെല്ലാം നിങ്ങളുടെ ചോയ്സാണ്. രാഹുവിൻ്റെ പരാജയം കാരണം മനസ്സിൽ കുറച്ച് അലസതയുണ്ടാവും, ഡിസിഷനിൽ ഫാറ്റിക്സ് ഉണ്ടാവും. അതുകൊണ്ട് അതെന്തായാലും ശ്രദ്ധിക്കുക. അത്യാവശ്യം ഇമോഷണൽ ഡിസിഷൻസ് എടുക്കാതെ ഇരിക്കുന്നതായിരിക്കും നിങ്ങൾക്ക് ബെറ്റർ. ശാരീരികമായിട്ടുള്ള ആരോഗ്യം എന്തായാലും നിങ്ങൾക്ക് മെച്ചപ്പെടും. പ്രത്യേകിച്ച് പ്രായമായവർക്ക് എന്തായാലും മെച്ചപ്പെടും. സോയ് നക്ഷത്രക്കാർക്ക് പൊതുവെ ഓഗസ്റ്റിൽ നല്ല മാസമാണ്. നിങ്ങൾ ചെയ്തു വെച്ച കാര്യം സ്റ്റാർട്ട് ചെയ്യണ ഒരു മാസം കൂടിയാണ്. അതുകൊണ്ട് പുതിയ ഒരു ചുവടുവെപ്പ് തന്നെയായിരിക്കും അത്. നിങ്ങൾ നിങ്ങളുടെ കർമ്മത്തിൽ മാത്രം വിശ്വസിക്കുക, വേറെ ആരുടെ അടുത്തും വിശ്വസിക്കരുത്. അത് കർമ്മഫലം നന്നായിട്ട് തന്നെ ഫലിക്കും. ബിലീവ് ഇൻ യുവർ ഓൺ കർമ്മ. വിശാഖ നക്ഷത്രക്കാർ പൊതുവെ എനർജറ്റിക് ആയിരിക്കും. അതുപോലെ ഓവർ ആംബിറ്റ്യൂസ് ആയിരിക്കും. അതുകൊണ്ട് നിങ്ങൾക്ക് ശരിയായ ഒരു മാർഗനിർദ്ദേശം ആവശ്യം വളരെ കൂടുതലാണ്. നിങ്ങൾ ഒരു കാര്യത്തിൽ അടിയുറച്ച് വിശ്വസിച്ചാൽ അതുമായിട്ട് മുന്നോട്ട് പോകുന്നവരാണ്. നിങ്ങൾക്ക് നല്ല ക്ഷമാശീലമുണ്ട്. പക്ഷെ ചില സമയത്ത് കൈവിട്ട് പോവുകയും ചെയ്യും. നിങ്ങൾ പരമാവധി പല കാര്യങ്ങളിലും പെട്ടെന്ന് ഒരു ഡിസിഷൻ എടുക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. വിദ്യാർത്ഥികൾക്ക് ഒരു ഓൺലൈൻ സ്റ്റഡീസ് ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും കോൺസെൻട്രേഷൻ ചെയ്യാൻ ഇപ്പോൾ കഴിയില്ല. അതുകൊണ്ട് മോർണിംഗ് സ്റ്റഡി എന്തായാലും നിങ്ങൾക്ക് നന്നായിട്ട് ഉപകാരപ്പെടും. അതുമാത്രമല്ല, നിങ്ങൾ അബ്രോഡിലേക്ക് ട്രൈ ചെയ്യുന്ന ഒരുത്തനാണെങ്കിൽ അതിലെന്തായാലും ഡിലേ വരും. അതുകൊണ്ട് വീണ്ടും അത് വെരിഫൈ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ പോവുക. ആർട്ട്, ലോ, ലിറ്ററേച്ചർ എന്നിവ പഠിക്കുന്നവർക്ക് ഇതൊരു ഷൈനിങ് ആയിട്ടുള്ള ഒരു മന്ത് തന്നെ ആയിരിക്കും. നിങ്ങൾ ജോലിയിലുള്ള ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും വർക്ക് ലോഡ് കുറയും. നിങ്ങൾക്ക് ടീം കോർഡിനേഷൻ നന്നായിട്ട് കിട്ടണം കൊണ്ട് അതിൽ നിങ്ങൾ എന്തായാലും സ്വസ്ഥതയുണ്ടാവും. അതുമാത്രമല്ല, നിങ്ങൾക്ക് ഒരു ടെമ്പററി ജോബ് ആണെങ്കിൽ അത് പെർമനന്റ് ആവാനും ഈ ഏപ്രിൽ മാസം സാധ്യത വളരെ കൂടുതലാണ്. 21-ാം തീയതി ആകുമ്പോഴേക്കും നിങ്ങൾക്ക് ആ പെർമനൻസി കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് കമ്പനിയോട് ചോദിക്കാം, അല്ലെങ്കിൽ അവിടെ നിർത്തുന്നതായിരിക്കും ഉത്തമം. എന്തായാലും ഒരു അൺഎക്സ്പെക്റ്റഡ് ഫാമിലി ഫണ്ട് നിങ്ങൾക്ക് ആവശ്യം വരും. അതുകൊണ്ട് എപ്പോഴും ഒരു ബാക്കപ്പ് മണി എപ്പോഴും സൂക്ഷിക്കുക. ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സെക്കൻഡ് ഹാഫിൽ മാത്രം തുടങ്ങുക. നന്നായിട്ട് തന്നെ പോവും. പണം എന്തായാലും നിങ്ങൾക്ക് വരും. അത് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ടാവും. ഒരു 65-70% മാത്രം ഇൻവെസ്റ്റ് ചെയ്യുക. ബാക്കിയുള്ളത് നിങ്ങൾക്ക് ഇമ്മീഡിയറ്റ് എക്സ്പെൻസ് ആയിട്ട് നിങ്ങൾ മാറ്റി വെക്കേണ്ടതാണ്. കാരണം നിങ്ങൾ 95% സേവ് ചെയ്താൽ നിങ്ങൾക്ക് ആവശ്യത്തിന് ചിലപ്പോൾ പണം കടം വാങ്ങേണ്ടി വരും, അല്ലെങ്കിൽ ഇൻവെസ്റ്റ്മെന്റിൽ എന്തെങ്കിലും ചെയ്യേണ്ടി വരും. അത് നിങ്ങൾക്ക് ദോഷം ചെയ്യും. അതുപോലെ നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഒരു അഫെയർ വരുന്നല്ല, അഫെയറിന് ചിലപ്പോൾ ഒരു തുടക്കം കുറിക്കും. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. കാരണം നിങ്ങളുടെ സംസാരത്തിൽ ചിലപ്പോൾ ഭയങ്കര പെശക് എന്തായാലും വരും. നിങ്ങൾ കല്യാണം കഴിഞ്ഞ ആളാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും പാർട്ട്ണറിനോട് ഓപ്പൺ കമ്മ്യൂണിക്കേഷൻ കറക്റ്റായിട്ട് സംസാരിക്കുക. ഇല്ലെങ്കിൽ അതും പ്രശ്നം ഉണ്ടാക്കും.
എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ആദ്യം അമ്മയോടോ അച്ഛനോടോ പറയുക. അവരുടെ ഇമോഷണൽ സപ്പോർട്ട് എന്തായാലും ഗുണം ചെയ്യും. അവർ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ സ്വീകരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ആഗസ്റ്റ് മാസം തുടങ്ങുന്നത് തന്നെ കുറച്ച് ഹെൽത്ത് ഇഷ്യൂസ് കൊണ്ടായിരിക്കും. അതുകൊണ്ട് ഒരു ഡിസിപ്ലിൻ ലൈഫ് കൊണ്ടുവരിക എന്ന് മാത്രമേ എനിക്കിപ്പോൾ പറയാൻ കഴിയുള്ളൂ. അത് നിങ്ങൾ എത്രമാത്രം പ്രാബല്യത്തിൽ കൊണ്ടുവരുമെന്ന് എനിക്കറിയില്ല. അതെന്തായാലും അങ്ങനെ വരുള്ളൂ. എന്തൊക്കെ ഫ്രണ്ട്ഷിപ്പ് ബ്രോക്കൺ ചെയ്യേണ്ടി വന്നാലും, എന്തൊക്കെ വിട്ടുവീഴ്ചയ്ക്ക് നിങ്ങൾ തയ്യാറാവേണ്ടി വന്നാലും സെൽഫ് റെസ്പെക്റ്റ് വിട്ട് കളിക്കരുത്. ഞാൻ താഴ്ന്നു കൊടുത്താലേ എൻ്റെ കാമുകിയോ കാമുകനോ വരുള്ളൂ എന്നുണ്ടെങ്കിൽ താഴ്ന്നു കൊടുക്കാണ്ടിരിക്കുന്നതാണ് നല്ലത്. കാരണം നിങ്ങൾ അത്രയും വലിയ മൊണ്ണയല്ല. കാരണം സെൽഫ് റെസ്പെക്റ്റ് വിട്ട് കളിക്കരുത്, ഓവറായിട്ട് താഴ്ന്നു കൊടുക്കരുത്. അനിഴം നക്ഷത്രം. അനിഴം നക്ഷത്രക്കാർക്ക് ഈ കഴിഞ്ഞ ജൂലൈ മാസത്തിൽ എന്തായാലും നിങ്ങൾ മാന്യമായിട്ടാണ് വർക്കിൽ ഇടപെട്ടത്. പക്ഷെ പലരുടെയും പൊളിറ്റിക്സ് കാരണം നിങ്ങൾക്കത് പ്രോബ്ലം ആയിട്ടുണ്ടാവും. ചില ബന്ധങ്ങളിൽ, റിലേഷൻഷിപ്പിൽ എന്തായാലും ഒരു അകലം എന്തായാലും ജൂലൈ മാസത്തിൽ ഉണ്ടായിട്ടുണ്ടാവും. അതുമാത്രമല്ല, കുറച്ച് എക്സ്പെൻസ് നിങ്ങൾ അറിയാണ്ട് കൂടിപ്പോയി. അതുകൊണ്ട് ഫിനാൻഷ്യൽ ബർഡൻ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് BP കൂടി, ആങ്സൈറ്റി പ്രോബ്ലം ഉണ്ടായി, അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം നിങ്ങൾക്ക് ജൂലൈയിൽ കൂടുതലും വന്നിട്ടുണ്ടാവും. അനിഴം നക്ഷത്രക്കാർ പൊതുവെ അൺപ്രഡിക്റ്റബിൾ ആണ്. ഇവരുടെ ഫ്യൂച്ചർ കാര്യങ്ങൾ കൂടുതലും പറയാറില്ല. അതുപോലെ സൂക്ഷ്മ ബുദ്ധി വളരെ കൂടുതലാണ്. ഇവർ കുറച്ച് മൂടി കൂടിയാണ്, ഒരുപാട് ആഴത്തിൽ ചിന്തിക്കുന്നവരാണ്. അതുകൊണ്ട് ഇവർ സ്ത്രീകളാണെങ്കിൽ കൂടുതലും ചിന്തിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും രാത്രി കാലങ്ങളിൽ തലപോയ്ക്കണ സ്വഭാവം ഇവർക്ക് കൂടുതലാണ്. നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് ഫോക്കസ് തീരെ കുറവായിരുന്നു. അതുകൊണ്ട് ഈ ആഗസ്റ്റ് മാസത്തിൽ എന്തായാലും നിങ്ങൾക്ക് ആ ഫോക്കസ് തിരിച്ചു കിട്ടും. കോമ്പറ്റേറ്റീവ് എക്സാം എഴുതുന്നവർക്ക് ഫേവറബിൾ ആണ്. പ്ലാനറ്ററി എനർജി എന്തായാലും ഉണ്ടാവും. റിസർച്ച് കാര്യത്തിലൊക്കെ നിങ്ങൾക്ക് എന്തായാലും നല്ലൊരു ഫേവർ തന്നെ ആഗസ്റ്റിൽ ഉണ്ടാവും. ജോബ് ചേഞ്ച് ആഗ്രഹിക്കുന്നവർ എന്തായാലും ഫേവറബിൾ ആയിട്ടുള്ള ഒരു ടൈമാണ്. എന്ന് വെച്ചിട്ട് ജോലി അവിടെ ഇട്ടിട്ട് വേഗം പോകണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഉള്ള അവിടെ ഇരുന്നിട്ട് കൂടുതൽ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും നല്ല ഫേവറബിൾ ആണ് എന്ന് മാത്രം. അതുപോലെ വിദേശത്തേക്കൊക്കെ നിങ്ങൾ പഠനത്തിന് നോക്കുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് ഫേവറബിൾ ആണ്. ഫ്രീലാൻസേഴ്സ്, കൺസൾട്ടൻസിന് ഇവർക്കൊക്കെ എന്തായാലും 15-നും 25-നും ഇടയ്ക്ക് എന്തായാലും നിറയെ അവസരങ്ങൾ, നിങ്ങൾക്ക് എൻക്വയറീസ് എല്ലാം നന്നായിട്ട് വരും. ബാക്കിയെല്ലാം നിങ്ങളുടെ കയ്യിലാണ്. നിങ്ങൾ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യണ ഒരാളാണെങ്കിൽ ആസ്ട്രോളജി പ്രകാരം 20-ാം തീയതിക്ക് ശേഷം ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങൾക്ക് ഗുണം ചെയ്യുക. അതുമാത്രമല്ല, നിങ്ങൾ ആർക്കെങ്കിലും ലോൺ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ കൊടുക്കാണ്ടിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. കാരണം അത് കിട്ടാൻ സാധ്യത വളരെ കുറവാണ്. നിങ്ങളുടെ സ്വന്തം ബിസിനസ്സിൽ ഒരു ലാർജ് ഇൻവെസ്റ്റ്മെൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത് 17-ാം തീയതിക്ക് ശേഷം ചെയ്യുക. അങ്ങനെ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ആരെങ്കിലും വരാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അതും കൂടുതൽ 17-ാം തീയതിക്ക് ശേഷമേ വരാൻ സാധ്യതയുള്ളൂ. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഒരു അൺഎക്സ്പെക്റ്റഡ് കണക്ഷൻ എന്തായാലും ഉണ്ടാവും. ഒന്നുമില്ലെങ്കിൽ ട്രാവൽ ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ വർക്കിംഗ് സ്ഥലത്തോ ആയിരിക്കും ഇത് കൂടുതലും ഉണ്ടാവുക. പാർട്ട്നേഴ്സിനായിട്ട്, അതുപോലെ നിങ്ങൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ പാർട്ട്നേഴ്സായിട്ട് ഒരു ഈഗോ ക്ലാഷ് നിൽക്കരുത്. കമ്മ്യൂണിക്കേഷൻ സോഫ്റ്റ് ആക്കി സംസാരിച്ചാൽ മതി. നിങ്ങൾ പരമാവധി അവർ പറയുന്നത് വെറുതെ കേട്ട് നിന്നാൽ മാത്രം മതി. ഓട്ടോമാറ്റിക്കലി തണുക്കും. പക്ഷെ പലപ്പോഴും നിങ്ങളുടെ കയ്യിൽ നിന്ന് പോവും. അത് സ്വാഭാവികമാണ്. പക്ഷെ മിണ്ടാണ്ട് നിൽക്കുകയാണെങ്കിൽ, കേട്ടിരിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കാര്യങ്ങളെല്ലാം നല്ല രീതിയിൽ ഫേവറബിൾ ആവും. നിങ്ങൾക്ക് ആൻസൈറ്റി പ്രോബ്ലംസ് എന്തായാലും ഉണ്ടാവും. അതുപോലെ ദുർസ്വപ്നമൊക്കെ കാണാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുകൊണ്ട് രാത്രി കിടക്കുന്നതിന് മുമ്പ് നന്നായിട്ട് തന്നെ വെള്ളം കുടിച്ചിട്ട് മാത്രം കിടക്കുക. അത്യാവശ്യം രാത്രി ഒരു 10-10:30 ആകുമ്പോൾ ഉറങ്ങുന്നതും നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുള്ളൂ. ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങുന്നതും നിങ്ങൾക്ക് ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ എന്തായാലും ഒരു ചെറിയ സമ്മർദ്ദം എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. അതായത് ജോലിയിലോ ബിസിനസ്സിലോ ആണ് ഞാൻ ഉദ്ദേശിച്ചത്. അതുമാത്രമല്ല, ആദ്യത്തെ 2 ആഴ്ചകളിൽ നല്ല സന്തോഷം തന്നെയായിരുന്നു കുടുംബത്തിലുണ്ടായിരുന്നത്. പക്ഷെ പിന്നത്തെ 2 ആഴ്ചയിൽ നിങ്ങൾക്ക് എന്തായാലും കുറച്ച് പ്രശ്നങ്ങൾ, അല്പരസങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. അറിയാണ്ട് ഒരു അൺഎക്സ്പെക്റ്റഡ് സാമ്പത്തികമായിട്ട് കൂടുതൽ പൈസ നിങ്ങളുടെ നിന്ന് പോയിട്ടുണ്ട്. പക്ഷെ
കൊടുത്ത പണമോ വേറെ കടം കൊടുത്ത പണമോ നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയതും കൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ആശ്വാസം ആയി എന്നത് മാത്രമാണ് സത്യം. തൃക്കേട്ട നക്ഷത്രക്കാർക്ക് ഇപ്പോൾ UPSC PSC പരീക്ഷ എന്നിവ എഴുതുന്നുണ്ടെങ്കിൽ നല്ലൊരു മാസം തന്നെയാണ്. കോൺസെൻട്രേഷൻ നന്നായിട്ട് നിങ്ങൾക്ക് കിട്ടും. അതുകൊണ്ട് നിങ്ങൾ ഈ മാസം എക്സാം എഴുതുന്നുണ്ടെങ്കിൽ അതിലും നിങ്ങൾക്ക് വിജയ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ജോബ് ചേഞ്ചിങ്ങിന് ഒരു സാധ്യത തൃക്കേട്ടക്കാർക്ക് എന്തായാലും ഉണ്ട്. അതുകൊണ്ട് അത് നിങ്ങൾ നല്ല രീതിയിൽ തന്നെ എടുക്കുക. അതുമാത്രമല്ല, നിങ്ങൾക്കൊരു ട്രാൻസ്ഫർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നടക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. IT ബാങ്കിങ് എന്നീ മേഖലയിലുള്ളവർക്കൊക്കെ നല്ല സപ്പോർട്ടീവ് മന്ത് തന്നെയാണ് ഓഗസ്റ്റ്. ബിസിനസ്സുകാർക്ക് ഓഗസ്റ്റ് മാസം എന്തായാലും നല്ലൊരു എനർജറ്റിക് ആയിരിക്കും. നിങ്ങൾക്ക് നല്ല ഫണ്ടിങ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. ഇനി നിങ്ങൾക്ക് 2-3 ഇൻവെസ്റ്റ്മെൻറ്റ് വരാനും സാധ്യതയുണ്ട്. 11-ാം തീയതി 15-ാം തീയതി ഈ ടൈമിലൊക്കെ ആയിരിക്കും വരിക, അല്ലെങ്കിൽ 11-നും 15-നും ഇടയിലായിരിക്കും. അതുകൊണ്ട് രണ്ടാമത് നന്നായി ചിന്തിച്ച് അതിൽ റിസർച്ച് ചെയ്തിട്ട് മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത്. നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ എന്തോ ഒരു സ്പാർക്ക് എവിടുന്നോ കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ദാമ്പത്യമായിട്ട് വലിയ പ്രശ്നങ്ങളൊന്നും കാണില്ല, എന്നാലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ സംസാരിച്ച് തീർക്കാവുന്നേ ഉള്ളൂ. ഒരു പഴയ ഫ്രണ്ട് എൻ്റർ ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. അപ്പോൾ ഇതായിരിക്കുമോ എൻ്റെ ലൈഫ് പാർട്ട്ണർ എന്നുള്ള ചിന്തകളൊക്കെ നിങ്ങൾക്ക് പോവാൻ സാധ്യത വളരെ കൂടുതലാണ്. എന്തായാലും ആലോചിച്ച് മാത്രം തീരുമാനമെടുക്കുക. ഒരു 3 മാസമൊക്കെ മറുപടി പറയാതെ അവരുമായിട്ട് ചെറിയൊരു ഫ്രണ്ട്ഷിപ്പിൽ മാത്രം മുന്നോട്ട് പോവുക. ഓവർ ഷെയറിങ് നല്ലതല്ല. നിങ്ങൾക്ക് രാവിലെ എണീക്കുമ്പോൾ തന്നെ ആങ്സൈറ്റി വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് രാവിലെ എണീച്ചതും എക്സസൈസോ മെഡിറ്റേഷനോ ഒരു പ്രാർത്ഥനയോ നിർബന്ധമാക്കുന്നത് നല്ലതായിരിക്കും. ആഗസ്റ്റിലും 18-നും 25-നും ഇടയിലൊക്കെ ആണെങ്കിൽ നിങ്ങൾ വാങ്ങിയ കടമുണ്ടെങ്കിൽ അതെന്തായാലും തിരിച്ചു കൊടുക്കുന്നതായിരിക്കും നല്ലത്. അതുപോലെ SIP മ്യൂച്വൽ ഫണ്ട്സിൻ്റെയൊക്കെ പൈസ പോകുന്നുണ്ടെങ്കിൽ അതിലൊന്നും മുടക്കം വരുത്തരുത്, അത് ദോഷം ചെയ്യും. കാരണം നിങ്ങൾ കുറച്ച് ഈഗോ ഓറിയൻറ്റഡ് ആണ്. നിങ്ങൾക്ക് നല്ല ലീഡർഷിപ്പ് സ്കില്ലും ഉണ്ട്, നിങ്ങൾക്ക് സത്യസന്ധതയുണ്ട്, നിങ്ങൾക്ക് നിങ്ങളുടെ സൽപ്പേര് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പലതും ചെയ്തു എന്നിരിക്കും. അതുകൊണ്ട് സ്റ്റാറ്റസ് കാണിക്കരുത്. കാശ് പോകുന്നത് മറ്റുള്ളവരുടെ മുന്നിൽ നാണം കെടുമോ എന്നുള്ള പേടി വേണ്ട, അത് ഫേസ് ചെയ്യുക. അത് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാവുന്ന ഏറ്റവും നല്ല കാര്യം. കാരണം നിങ്ങൾ സാമ്പത്തികമായിട്ടെങ്കിലും സ്റ്റേബിൾ ആവും. പല കാര്യത്തിലും നിങ്ങൾ മറ്റുള്ളവരുടെ മുന്നിൽ ഭയങ്കരമായിട്ട് ഡൊമിനേറ്റ് ചെയ്യും. അതിലിപ്പോൾ തെറ്റ് പറയാനൊന്നും പറ്റില്ല, നിങ്ങളുടെ നേച്ചർ അങ്ങനെ തന്നെയാണ്. അതുമാത്രമല്ല, ഒരുപാടൊന്നും നിങ്ങൾ ചിന്തിച്ചു കൂട്ടേണ്ട ആവശ്യമില്ല. കാരണം അതിന് മാത്രം പ്രശ്നങ്ങൾ അവിടെ ഇല്ല. നിങ്ങൾ വെറുതെ ചിന്തിക്കുക തന്നെയാണ്. മൂല നക്ഷത്രത്തിൽ ജനിച്ചവർ തീവ്രമായ ചിന്തയും ആത്മവിശ്വാസവും ഉള്ളവർ തന്നെയാണ്. അതുമാത്രമല്ല, ഇവർ നല്ല ദൃഢനിശ്ചയവും ഉണ്ട്. ഇവർ ഭയങ്കര ഇമോഷണൽ ബീയിങ് ആണെങ്കിലും ചിലപ്പോൾ ഭയങ്കര അൺപ്രഡിക്റ്റബിൾ ആണ്. പെട്ടെന്ന് ഇവരെന്താ ചെയ്യുക എന്നുള്ളത് ഇവർക്ക് അറിയില്ല. നിങ്ങൾ എന്തെങ്കിലും അപകടത്തിൽ പെടുകയാണെങ്കിൽ അതിനെന്തായാലും നിങ്ങൾ തരണം ചെയ്ത് വരും, അല്ലെങ്കിൽ നിങ്ങളെ രക്ഷിക്കാൻ ആരെങ്കിലും വരും. അത് നിങ്ങൾ വിചാരിക്കണ ആൾ തന്നെ വരണം എന്നൊന്നുമില്ല, പക്ഷെ എവിടുന്നെങ്കിലും ആരെങ്കിലും രക്ഷിക്കാൻ വരും. അങ്ങനെ ഒരു ദൈവാധീനം നിങ്ങൾക്ക് ഉണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ തീരുമാനങ്ങൾ പെട്ടെന്ന് നടത്താൻ നിങ്ങൾക്ക് കഴിയും. കാരണം നിങ്ങൾ ബോൾഡാണ്, ആക്ഷൻ ഓറിയൻറ്റഡ് ആണ്. അങ്ങനെ പെട്ടെന്ന് തളരുമൊന്നുമില്ല. ആ കാര്യത്തിന് വേണ്ടി മാത്രം ഫോക്കസ് ആയിരിക്കും, അതിനു വേണ്ടി ചെയ്തും കൊണ്ടുപോയിരിക്കും. ഈ ജൂലൈ മാസത്തിൽ നിങ്ങൾക്ക് എന്തായാലും പ്രൊഫഷണലി ഒരു മെൻ്റൽ ക്ലാരിറ്റി വളരെ കുറവായിരുന്നു. അതുമാത്രമല്ല, പക്ഷെ ഫാമിലി സപ്പോർട്ട് ഉള്ളതും കൊണ്ട് ആ മെൻ്റൽ ക്ലാരിറ്റിക്ക് വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അങ്ങനെ ഫാമിലി സപ്പോർട്ട് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾ എന്തായാലും നിങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ കറക്റ്റ് ആക്കണം. ഇതിൽ കോൺസെൻട്രേഷൻ എന്തായാലും നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യണം. എന്ന് വെച്ചാൽ എഡ്യൂക്കേഷനിലെ കോൺസെൻട്രേഷനാണ് നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. എഡ്യൂക്കേഷനിൽ ആരെങ്കിലും നിങ്ങൾ പ്രഷർ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രഷർ ഏറ്റെടുത്തിട്ട് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കരുത്. കാരണം അത് തോൽക്കാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ നിങ്ങളുടേതായ രീതിയിൽ പഠിച്ച് പരീക്ഷ എഴുതുന്നതായിരിക്കും ഓഗസ്റ്റിൽ ഉത്തമമായിട്ടുള്ള ഒരു കാര്യം. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ ഒരു ഡീപ്പായിട്ടുള്ള ഒരു ഇമോഷണൽ കണക്ഷൻ ഓഗസ്റ്റ് 2nd വീക്കിന് ശേഷം ഉണ്ടാവും.
എന്ന് വെച്ചിട്ട് നല്ലൊരു പ്രണയം കിട്ടും എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ ഒരു കണക്ഷൻ എന്തായാലും ഉണ്ടാവും. നിങ്ങൾ കമ്മിറ്റഡ് ആണ്, നിങ്ങൾ കല്യാണം കഴിഞ്ഞാണെങ്കിൽ ഈഗോ ഇല്ലാണ്ട് സംസാരിക്കൂ. പരമാവധി താഴ്ന്നു കൊടുക്കാനല്ല ഞാൻ ഉദ്ദേശിച്ചത്. അവർ പറയുന്നത് എന്തോ അത് കറക്റ്റായിട്ട് കേൾക്കുക, ഒരു എഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കുക, ഇതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പ്രമോഷൻസ് പോസിബിൾ ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങളുടെ പ്രീവിയസ് വർക്ക് കണ്ടിട്ടാണ് അതിൽ വിലയിരുത്തുന്നത്. ഓഫീസിൽ നിങ്ങളുടെ മാനേജർക്ക് ഒരു പൊളിറ്റിക്സ് ഉണ്ടാവും. ആ പൊളിറ്റിക്സ് അവോയ്ഡ് ചെയ്യരുത്. അത് എന്തായാലും കറക്റ്റ് സ്റ്റഡി ചെയ്യുക. അത് മൊത്തത്തിൽ അനുസരിക്കണം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. നിങ്ങളുടെ ടീം വർക്കിലൊരു റിസൾട്ട് എന്തായാലും ഉണ്ടാവും. ഫ്രീലാൻസേഴ്സ് ആണെങ്കിൽ അവർക്കും നല്ലൊരു ഓപ്പർച്യൂണിറ്റീസ് എന്തായാലും ആഗസ്റ്റ് 2nd വീക്കിൽ ഉണ്ടാവും. ബിസിനസ് ചെയ്യുകയാണെങ്കിൽ പാർട്ട്നേഴ്സ് ആയിട്ടുള്ള ബിസിനസ് പരമാവധി അവോയ്ഡ് ചെയ്യുക. വലിയ ഇൻവെസ്റ്റ്മെൻറ്റും 2nd വീക്കിൽ വേണ്ട. റിസ്ക് ടേക്ക് ചെയ്യുകയാണെങ്കിൽ കറക്റ്റായിട്ട് റെഫർ ചെയ്തിട്ട് മാത്രം റിസ്ക് ടേക്ക് ചെയ്യുക. കാരണം അവർ പറയുന്ന വിശ്വസിച്ചിട്ട് നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ റിസ്ക് എടുക്കരുത്. ഓഗസ്റ്റ് 17 ശേഷം എന്തായാലും ഒരു അൺഎക്സ്പെക്റ്റഡ് ഒരു ഗെയിന് എന്തായാലും നിങ്ങൾക്ക് ഉണ്ടാവും. ഓഗസ്റ്റ് 1st വീക്കിൽ എനർജി എന്തായാലും നന്നായിട്ട് ഗെയിൻ ചെയ്യും. പക്ഷെ ഹോർമോണൽ ഇംബാലൻസ് കൂടുതലും സ്ത്രീകൾക്ക് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതൊരു ബാക്ക് പെയിനും വരാൻ സാധ്യതയുണ്ട്. അതും ശ്രദ്ധിക്കുക. ഓഗസ്റ്റ് 15 ട്രാവൽ പ്ലാൻ ചെയ്യുന്നത് നന്നായിരിക്കും. നെഗോസിയേഷനൊക്കെ സക്സസ് ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. ആഗസ്റ്റ് 6, 11, 21, 24, 28 17 ഉണ്ട്. ഇത്രയും ദിവസങ്ങൾ നിങ്ങൾക്ക് എന്തായാലും നല്ല ഫേവറബിൾ ആയിട്ടുള്ള ദിവസമാണ്. ലക്കി ഡേയ്സ് ആണ്. 9ഉം 12ഉം അൺലക്കി ആയിട്ടുള്ള ദിവസമാണ്. ആ ദിവസം നിങ്ങൾ ലീവ് എടുത്തിട്ട് മിണ്ടാണ്ടിരിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. പൂരാട നക്ഷത്രം. പൂരാട നക്ഷത്രക്കാർക്ക് ഈ കഴിഞ്ഞ ജൂലൈയിൽ എന്തായാലും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് സാമ്പത്തികം കുറേ പോയിട്ടുണ്ടാവും. സാമ്പത്തികം മാത്രമല്ല, നിങ്ങൾ അപ്രതീക്ഷിതമായിട്ട് കുറേ യാത്രകളും ചെയ്തിട്ടുണ്ടാവും. അതിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവും. അതുപോലെ തന്നെ ബന്ധുമിത്രാദികളായിട്ടുള്ള ചെറിയ ക്ലേശങ്ങളും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടായിട്ടുണ്ടാവാം. അതുമാത്രമല്ല, സാമ്പത്തികമായിട്ട് കുറച്ച് ഇടപെടലും നിങ്ങൾക്ക് വൈകി പോയിട്ടുമുണ്ട്. അതുകൊണ്ട് ആഗസ്റ്റിൽ നിങ്ങൾക്ക് സൂര്യനും ബുധനും സൗമ്യമായിട്ട് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് നിങ്ങൾക്ക് എന്തായാലും കുറച്ച് മെച്ചപ്പെടൽ ഉണ്ടാവും. ക്രിയേറ്റീവ് സൈഡിലുള്ളവർക്ക് അത്യാവശ്യം നല്ലൊരു മെച്ചം തന്നെയായിരിക്കും ഉണ്ടാവുക. ഈ ബന്ധങ്ങളായിട്ടുള്ള ജൂലൈയിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു പറഞ്ഞില്ല, അത് ആഗസ്റ്റ് മാസമാകുമ്പോൾ ആ പ്രശ്നങ്ങളെല്ലാം റിലീഫായിട്ട് സംസാരിച്ച് അത് മെച്ചപ്പെടുത്താൻ എന്തായാലും കഴിയും. വിദ്യാർത്ഥികളാണെങ്കിൽ അവർക്ക് എന്തായാലും ശ്രദ്ധ കൂടും. അതുമാത്രമല്ല, മത്സര പരീക്ഷയിൽ നിങ്ങൾക്ക് എന്തായാലും പരിശ്രമിച്ചാൽ എന്തായാലും നിങ്ങൾക്ക് അവസരവും വിജയവും ഉണ്ടാവും. കാരണം നിങ്ങൾ ഒന്നും ചെയ്യാണ്ട് ഇരുന്നിട്ട് നിങ്ങൾ പങ്കെടുക്കുകയാണെങ്കിൽ എന്തായാലും അതിൽ വിജയം ഉണ്ടാവുകയില്ല. തൊഴിൽ മാറാൻ ആഗ്രഹിക്കുന്നവർക്ക് എന്തായാലും അവസരങ്ങൾ ഉണ്ടാവും. ഓഫ് ഷോർ കമ്പനിയിൽ നിന്ന് എന്തായാലും ഒരു ഇൻ്റർവ്യൂ കോളൊക്കെ ഉണ്ടാവും. കുറച്ച് സമാധാനം നിങ്ങൾക്ക് ഉണ്ടാവും. എന്തായാലും ആഗസ്റ്റ് മാസത്തിൽ നിങ്ങൾക്ക് പ്രഷർ കുറച്ച് കമ്മിയാവും. ഓഗസ്റ്റ് മാസത്തിൽ ആദ്യ വാരം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഒഴിവാവണം. അതിനുശേഷം മാത്രം നിങ്ങൾ ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി ആലോചിക്കുക. പാർട്ട്ണറെ പറ്റി ചിന്തിക്കുമ്പോൾ കുറച്ചും കൂടി ആലോചിച്ച് മാത്രം തീരുമാനം എടുക്കുക. പരമാവധി സ്വയം തൊഴിൽ തന്നെയാണ് ഏറ്റവും നല്ലത്. ട്രാവൽ ബേസ്, ഓൺലൈൻ ബിസിനസ് എന്നിവയ്ക്കെല്ലാം നല്ല അവസരമുള്ള മാസമാണ്. കാമരഹിതമായിട്ടുള്ള ബന്ധങ്ങൾ അവസാനിപ്പിക്കുകയാണ് നല്ലത്. കാരണം ഒരേ മനസ്സുള്ള ആൾക്കാരായിട്ട് കൂടുതലും ബന്ധം വരാൻ സാധ്യതയുണ്ട്. അതുമാത്രമല്ല, പ്രായത്തിൽ മൂത്തവരുമായിട്ടുള്ള ഒരു ബന്ധം സ്ഥാപിക്കാനും സാധ്യതയുണ്ട്. അതായിട്ട് മുന്നോട്ട് പോകുന്നതാണ് നല്ലത്. പക്ഷേ അതൊരു എക്സ്ട്രാ മാരിറ്റൽ അഫെയർ ആണെങ്കിൽ മാത്രം ഒഴിവാക്കുക. അല്ലെങ്കിൽ സൊസൈറ്റിയെ നിങ്ങൾ ഭയക്കേണ്ടതില്ല. പൂരാട നക്ഷത്രക്കാര് ധനുസ്സിലാണ് നിൽക്കുന്നത്. വ്യാഴമാണ് ഇവരുടെ ആക്ച്വലി രാശി. അതുമാത്രമല്ല, ഇവർ ടൂ ഓണസ്റ്റ് ആണ്, ഒടുക്കത്തെ സത്യസന്ധരാണ്. അങ്ങനെ ആവരുത് എന്ന് വെച്ചിട്ട് എപ്പോഴും നുണ പറയണം എന്നല്ല. പല കാര്യങ്ങളും മൂടി വെക്കുക, മനസ്സിൽ തന്നെ വെക്കുക. നോളേജ്, ട്രാവൽ, സ്പിരിച്വൽ എക്സ്പോഷർ എന്നിവയിലെല്ലാം നിങ്ങൾക്ക് നല്ല ആസക്തി തന്നെ ഉണ്ട്. ഉത്രാട നക്ഷത്രം. ഉത്രാട നക്ഷത്രക്കാർക്ക് ഈ കഴിഞ്ഞ ജൂലൈയിൽ സാമ്പത്തികമായിട്ട് നല്ല പ്രശ്നം ഉണ്ടായിട്ടുണ്ട്. കാരണം നിങ്ങൾ കൊടുത്ത പണമൊന്നും
തിരിച്ചു കിട്ടാൻ സാധ്യത വളരെ കുറവായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അതൊട്ട് കൊടുക്കാനും പറ്റിയിട്ടുണ്ടാവില്ല. അതുമാത്രമല്ല, നിങ്ങൾ അച്ഛനും അമ്മയായിട്ട് ചിലപ്പോൾ ഒരു അടിപിടിയൊക്കെ വീട്ടിൽ ഉണ്ടായിട്ടുണ്ടാവാം. അതുമാത്രമല്ല, നിങ്ങൾ കല്യാണം കഴിഞ്ഞവരാണെങ്കിൽ നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് വെച്ചിട്ട് നിങ്ങളെ ബ്ലെയിം ചെയ്തിട്ടുണ്ടാവാം. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ എന്തായാലും ജൂലൈ മാസത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. അതുപോലെ ജോലിയിൽ എനിക്ക് സുരക്ഷിതത്വം ഇല്ല എന്നൊരു പേടിയൊക്കെ നിങ്ങൾക്ക് എന്തായാലും ജൂലൈ മാസത്തിൽ ഉണ്ടായിട്ടുണ്ടാവാം. കരിയർ വർക്ക് പരമായിട്ട് നോക്കുകയാണെങ്കിൽ, നിങ്ങൾ ഫ്രീലാൻസ് വർക്കാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് ക്ലയൻസ് കിട്ടും. പോരാത്തതിന് പോയ പഴയ ക്ലയൻസ് വരാനും സാധ്യത വളരെ കൂടുതലാണ്. ഇതിനു മുമ്പ് കഠിന പ്രയത്നം എന്തിനെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ റിസൾട്ട് നിങ്ങൾക്ക് ഓഗസ്റ്റിൽ കാണാൻ തുടങ്ങും. സർക്കാർ ജോലിയൊക്കെ കാത്തിരിക്കുന്നവർക്ക് ഇന്റർവ്യൂ വിളി എന്തായാലും വരാൻ സാധ്യതയുണ്ട്. അതുപോലെ ബിസിനസ്സിൽ ചെറിയൊരു ലാഭം കാണും. മികച്ച ലാഭം വരണമെങ്കിൽ എന്തായാലും സെപ്റ്റംബർ കഴിയണം. പഴയ കടങ്ങളൊക്കെ തിരിച്ചു കിട്ടാൻ സാധ്യതയുണ്ട്. ഇനിയിപ്പോൾ അങ്ങനെ കിട്ടിയില്ലെങ്കിൽ തന്നെ ഒരു ദയാദാക്ഷിണ്യവും വേണ്ട, നിങ്ങൾക്ക് നേരിട്ട് ചോദിക്കാം. നേരിട്ട് ചോദിച്ചു വാങ്ങുന്നതും നല്ലതായിരിക്കും. വിവാഹിതരായവർക്ക് ജോലിയും കുടുംബവും ബാലൻസ് ചെയ്യാൻ കൊണ്ടുപോകാൻ പറ്റിയിട്ടുണ്ടാവില്ല. അതുകൊണ്ട് അങ്ങനെ ഒരു പ്രശ്നം വളരെ കൂടുതലാണ്. പഴയ ബന്ധം തിരിച്ചു വരികയാണെങ്കിൽ ആലോചിച്ച് മാത്രം മുന്നോട്ട് പോവുക. അത് ഭയങ്കര കോംപ്ലിക്കേഷൻ നടന്നതാണ്. ഉള്ള മനസ്സമാധാനം പോയി കിട്ടുന്നല്ലാണ്ട് ഒരു ഗുണം ഉണ്ടാവില്ല. അത് ദോഷം മാത്രമേ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് പഴയ ബന്ധം ഒഴിവാക്കുന്നതാണ് നല്ലത്. പ്രണയത്തിലായിരിക്കുന്നവർക്ക് ട്രാവൽ എക്സ്പീരിയൻസ് കുറച്ചും കൂടി ഇമോഷണൽ ബോണ്ടിങ് എന്തായാലും ഉണ്ടാവും. നിങ്ങൾ വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് മാതാപിതാക്കളിൽ നിന്ന് നല്ലൊരു സപ്പോർട്ട് കിട്ടും. UPSC PSC എന്നീ പരീക്ഷകളൊക്കെ എഴുതുന്നവർക്ക് നിങ്ങൾക്ക് നല്ലൊരു മെമ്മോറാണ്ടം കിട്ടാനും സാധ്യത വളരെ കൂടുതലാണ്. കഴിഞ്ഞ മാസം ഒക്കെ ഒരു അസ്വസ്ഥതയും അശാന്തിയും എല്ലാം ഉണ്ടായിട്ടുണ്ടാവും. അതെല്ലാം കുറഞ്ഞു തുടങ്ങും. സെപ്റ്റംബർ 2 നിങ്ങൾക്ക് പൂർണ്ണ ധൈര്യത്തോടെ മുന്നോട്ട് പോവാം. ആഗസ്റ്റ് കഴിയാൻ സെപ്റ്റംബർ ആവാൻ. അതുകൊണ്ട് ഇപ്പോൾ കുറച്ച് ആത്മവിശ്വാസം ഉണ്ടാവില്ല. ഇപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഉള്ള പ്രശ്നങ്ങൾക്ക് കുറച്ച് റിലാക്സേഷൻ എന്തായാലും ഉണ്ടാവും. തിരുവോണ നക്ഷത്രക്കാർ പൊതുവെ മൃതഭാഷികളാണ്. അതുമാത്രമല്ല, ഇവർ സൗമ്യമായിട്ട് എല്ലാവരുടെ അടുത്തും സംസാരിക്കുള്ളൂ, പെരുമാറുള്ളൂ. പക്ഷെ മനസ്സിൻ്റെ ഉള്ളിൽ പലപ്പോഴും ആ സൗമ്യത നഷ്ടപ്പെട്ടേക്കാം. പക്ഷെ ഇവരത് പുറത്ത് കാണിക്കില്ല എന്ന് മാത്രം. അത് നല്ലൊരു ഗുണം തന്നെയാണ്. നല്ല കൃത്യതയുള്ള ജീവിതം ഇവർക്ക്. കുടുംബത്തിന് ആണ് ഇവർ കൂടുതലും പ്രാധാന്യം നൽകുന്നത്. ഇനി ജൂലൈയിൽ തൊഴിലിടങ്ങളിൽ നിങ്ങൾക്ക് എന്തായാലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. ചിലപ്പോൾ പരമാവധി ആ സ്ഥലത്തുനിന്ന് പോയിട്ട് തന്നെ ഉണ്ടാവും. അതുമാത്രമല്ല, ചില ബന്ധങ്ങൾ എന്തായാലും താറുമാറായിട്ടുണ്ടാവും. സാമ്പത്തികമായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്തായാലും അത് നിയന്ത്രണാതീതമായിട്ട് നഷ്ടപ്പെടുക തന്നെ ചെയ്തിട്ടുണ്ടാവും. ജോലിക്കാർക്ക് ഈ കഴിഞ്ഞ മാസങ്ങളിൽ ഉണ്ടായ പ്രതിസന്ധികളെല്ലാം പോയി തുടങ്ങും. അതുകൊണ്ട് റിലാക്സ് ആവുക. അതുമാത്രമല്ല, കൂടെയുള്ള സബോർഡിനേറ്റ്സിൻ്റെ അടുത്ത് നന്നായിട്ട് തന്നെ പെരുമാറാൻ ശ്രമിക്കുക. പക്ഷെ പെട്ടെന്ന് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോകാൻ സാധ്യത വളരെ കൂടുതലാണ്. പുതിയ ഉദ്യോഗ സാധ്യതകൾ തുറക്കാം. വിദേശ ജോലികളും നിങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. വിദ്യാർത്ഥികൾക്ക് ഗുണപരമായ മാസമാണ്. കോമ്പറ്റേറ്റീവ് എക്സാം ഒക്കെ ഉണ്ടെങ്കിൽ അതിൽ പഠനം തുടരാം. പരീക്ഷ കാര്യങ്ങളിൽ എന്തായാലും ശ്രദ്ധ വേണം. നിരന്തരപരമായിട്ട് പഠിച്ചാൽ മാത്രമേ ജയിക്കാൻ സാധ്യതയുള്ളൂ. വേറെ വല്ല രീതിയിലും ജയിക്കാൻ ഉദ്ദേശമുണ്ടെങ്കിൽ പിടിക്കപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ്. പ്രണയബന്ധത്തിൽ തകരാറ് മൂലം പഴയ ബന്ധം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു മെസ്സേജോ ഒരു കോളോ അല്ലെങ്കിൽ ഒരു സംസാരമോ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ആളുടെ നിന്ന് കിട്ടാനും സാധ്യത വളരെ കൂടുതലാണ്. ലൈഫ് പാർട്ട്ണറുമായി മനസ്സിലുണ്ടായിരുന്ന അകലം എന്തായാലും കുറയും. സാമ്പത്തികമായിട്ട് ഒരു മിതമായ വളർച്ചയാണ് നിങ്ങൾക്ക് ഉള്ളത്. ബിസിനസ് പരമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ പരമാവധി വൈകുകയോ നീട്ടിവെക്കുകയോ ചെയ്യുന്നതായിരിക്കും ഉത്തമം. കാരണം അത്രയും നീട്ടിവെക്കുന്തോറും നിങ്ങൾക്ക് അതിലോട് സ്റ്റഡി ചെയ്യാൻ നിങ്ങൾക്ക് നന്നായിട്ട് കഴിയുന്നതാണ്. പുതിയ നിക്ഷേപങ്ങൾ എന്തായാലും സംശയാത്മകമായിരിക്കും. അതുകൊണ്ട് ധനക്ഷയവും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. തലവേദന, ഗ്യാസ് പ്രോബ്ലം, ഉറക്കക്കുറവ് എന്നിവയുണ്ടാവും. രാത്രി കിടക്കുന്നതിന് മുമ്പ് നന്നായിട്ട് വെള്ളം കുടിക്കുക. ആവശ്യത്തിൽ കൂടുതൽ ഉറങ്ങുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഗുണം മാത്രമേ ചെയ്യുകയുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളിൽ നിന്ന് നല്ല ഗുണം ഉണ്ടാവും.
ബന്ധുമിത്രാദികളായിട്ട് പ്രശ്നമുണ്ടെങ്കിൽ ആ പ്രശ്നങ്ങളും തീരും. നിങ്ങളുടെ കുടുംബത്തിൽ ഒരു സന്തോഷ വാർത്ത എന്തായാലും വരികയും ചെയ്യും. ആഗസ്റ്റ് 3, 12, 19, 27 ഈ ദിവസങ്ങളാണ് ലക്കി ഡേയ്സുകൾ. ലക്കി കളറ് കറുപ്പും വെള്ളയാണ്. ലക്കി നമ്പർ 1, 5, 9 ആണ്. അവിട്ടം നക്ഷത്രം. അവിട്ടം നക്ഷത്രക്കാർക്ക് ഈ കഴിഞ്ഞ ജൂലൈയിൽ എന്തായാലും ആരോഗ്യത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ കണ്ടുണ്ടാവും. അതുമാത്രമല്ല ഒരു മനസ്സ് നൊന്ത വിഷമം എന്തായാലും ഉണ്ടാവും. ഈ റിലേഷൻഷിപ്പ് കാര്യത്തിലാണ് ഈ മനസ്സ് നൊന്ത വിഷമം ഉണ്ടാവാൻ സാധ്യത ഉണ്ടായിരിക്കുക. അതുപോലെ ജോലിയിൽ ഡിസിഷൻ മേക്കിങ്ങിൽ പാളിച്ച വന്നിട്ടുണ്ടാവും. അതും നിങ്ങൾക്ക് വിനയായി തീർന്നിട്ടുണ്ടാവും. അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ട്രാവൽ ഉണ്ടായിട്ടുണ്ടാവും. ചില സാമ്പത്തിക പ്രശ്നങ്ങൾ എന്തായാലും നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവാം. ഇവർ ജനിച്ചപ്പോൾ മുതൽ തന്നെ ഒരു ഓർഗനൈസറാണ്. അത്യാവശ്യം ലീഡർഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്നവരാണ്. ഒരു വ്യത്യസ്തത കൊണ്ട് ഇവർ നല്ലൊരു പേരുണ്ടാക്കും. പലപ്പോഴും ഓവർ തിങ്ക് ചെയ്തിട്ട് സ്ട്രെസ് ഉണ്ടാക്കാനും സാധ്യത വളരെ കൂടുതലാണ്. ഇവരുടെ താല്പര്യങ്ങളൊന്നും സ്ഥിരതയുള്ളതല്ല. വേറിട്ട ശൈലിയിൽ തന്നെ നേരത്തെ പറഞ്ഞ പോലെ പേരെടുത്തവരായിരിക്കും. പല കാര്യത്തിലും ഇവർ നല്ല കൃത്യതയോടെ ചെയ്യും. കൃത്യതയില്ലെങ്കിലും ഇവർ സ്റ്റഡി ചെയ്തിട്ട് ചെയ്യണതുകൊണ്ട് നിങ്ങൾക്ക് അതിൽ വിജയമുണ്ടാവും. നിങ്ങൾ സ്റ്റുഡൻസ് ആണെങ്കിൽ നിങ്ങൾക്ക് അബ്രോഡ് പ്ലാൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ഡിലേ ആയിട്ടുണ്ടാവാം. പക്ഷെ ആഗസ്റ്റ് മാസത്തിൽ അത് എന്തായാലും ഫേവറബിൾ ആവാൻ സാധ്യത വളരെ കൂടുതലാണ്. അതുപോലെ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് എന്തായാലും പൂർണ്ണ മനസ്സോടെ തന്നെ പഠിക്കും. വിജയം ഉറപ്പുണ്ടാവും. പുതിയ അസൈൻമെൻറ്റുകൾ വരും. പക്ഷെ തിരക്ക് കാരണം നിങ്ങൾക്കത് ചെയ്തു തീർക്കാൻ പറ്റില്ല. പുതിയൊരു ജോലി നോക്കുന്നവർക്ക് ഓഗസ്റ്റ് മാസത്തിൽ എന്തായാലും ജോലി കിട്ടാൻ സാധ്യത വളരെ കൂടുതലാണ്. ഫ്രീലാൻസ് അതുപോലെ ക്രിയേറ്റീവ് സോണിലുള്ളവർക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു അനുഭവം ഉണ്ടാവുക. അതുകൊണ്ട് നിങ്ങൾ നിരുത്സാഹപ്പെടരുത്. എന്തും കൊണ്ട് അവഗണിക്കപ്പെട്ടു എന്നുള്ളത് നിങ്ങൾ സ്റ്റഡി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓഗസ്റ്റ് 2nd വീക്ക് മുതൽ പുതിയ കോൺട്രാക്ട്സ് ഉണ്ടാവാം. അതുമാത്രമല്ല പുതിയ വെഞ്ചറിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ എന്തായാലും കോൺട്രാക്ട് സൈൻ ചെയ്യുമ്പോൾ ശരിക്കും ഇരുത്തി വായിച്ച് നോക്കിയിട്ട് മാത്രം സൈൻ ചെയ്യുക. ഡോക്യുമെന്റേഷന്റെ കോപ്പി നിങ്ങളുടെ കയ്യിലും വേണം. നിങ്ങൾ സിംഗിൾ ആണെങ്കിൽ നിങ്ങൾക്ക് ആരോടെങ്കിലും പ്രപ്പോസ് ചെയ്യണമെങ്കിൽ 18-ാം തീയതിക്ക് 25-ാം തീയതിക്ക് ഇടയിൽ നിങ്ങൾ ചെയ്യുകയാണ് ഏറ്റവും അഭികാമ്യം. മാരേജ് ലൈഫൊക്കെ നല്ലതാണ്. പക്ഷെ പാസ്റ്റിലുള്ള കാര്യങ്ങൾ പറഞ്ഞ് കുത്തി നോവിക്കരുത്. കാരണം അത് പ്രശ്നമാവും. അത് ദീർഘകാലത്തേക്ക് ചിലപ്പോൾ മുന്നോട്ട് പോയില്ല എന്ന് വരും. അത് തകർച്ചയിലേക്കേ പോവുള്ളൂ. ശാരീരികമായിട്ടും മാനസികമായിട്ടും കുറേ അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു. അതെല്ലാം കുറയും. ഡെയിലി റൊട്ടീൻ എന്തായാലും ഹെൽത്തിനെ സ്ട്രോങ്ലി ഇമ്പാക്റ്റ് ചെയ്യും. അതുമാത്രമല്ല ട്രാവൽ ചെയ്യുമ്പോൾ ഫുഡ് ഹൈഡ്രേഷനും ഉണ്ടാവും. അതുകൊണ്ട് ഫുഡ് അവോയ്ഡ് ചെയ്യരുത്. ആഗസ്റ്റ് 7, 14, 22 ഇത് 3 നിങ്ങൾക്ക് ലക്കി ഡേ. ചതയ നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസത്തിൽ മെന്റലി കുറച്ച് സ്റ്റെബിലിറ്റി കുറച്ച് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും. അതുമാത്രമല്ല വിചാരിക്കാത്ത സാമ്പത്തിക നഷ്ടം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. പോരാത്തതിന് തൊഴിൽ മേഖലയിൽ ഒരു ഒറ്റപ്പെട്ട ഫീല് നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. അതുകൊണ്ട് നിങ്ങൾ വേറൊരു തൊഴിലിലേക്ക് മാറാനും സാധ്യതയുണ്ട്. അതുമാത്രമല്ല അതിൽ ഗ്രഹങ്ങളിൽ നിന്ന് മാറാനും സാധ്യത വളരെ കൂടുതലാണ്. പഴയ സ്നേഹബന്ധത്തിൽ നിന്ന് ഒരു തിരിച്ചു വരവോ അല്ലെങ്കിൽ ഒരു പരിഷ്കരണമോ നിങ്ങൾക്ക് എന്തായാലും ജൂലൈ മാസത്തിൽ ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. ചതയ നക്ഷത്രക്കാർക്ക് സ്ഥിരതയും ആത്മവിശ്വാസവും ഉള്ളതും കൊണ്ട് ആഗസ്റ്റ് മാസത്തിൽ ഈ പോയതൊക്കെ തിരിച്ചെടുക്കാൻ നിങ്ങൾക്ക് സാധ്യത വളരെ കൂടുതലാണ്. ഗുരുവിന്റെ ദൃഷ്ടിയുണ്ട് അതായത് വ്യാഴത്തിന്റെ ദൃഷ്ടി നിങ്ങൾക്കുള്ളതും കൊണ്ട് സാമ്പത്തികമായിട്ട് നിങ്ങൾ മെച്ചപ്പെടും. എന്ന് വെച്ചാൽ വരാനുള്ള സമ്പത്ത്, മുടങ്ങിക്കിടക്കുന്ന സമ്പത്ത് വരാൻ സാധ്യത ആഗസ്റ്റിൽ ഉണ്ട്. വിപരീത സാഹചര്യത്തിലും ബുദ്ധിയും സ്വഭാവവും വെച്ചിട്ട് നിങ്ങൾ രക്ഷപ്പെടാൻ സാധ്യത ഉണ്ട്. അതിനുള്ള കഴിവും നിങ്ങൾക്കുണ്ട്. അതും കൊണ്ട് നിങ്ങൾ രക്ഷപ്പെടും. ചിന്താശേഷി ഉള്ളതും കൊണ്ട് ടെക്നോളജിയിലും ബാക്കിയുള്ള സയൻസ് കമ്മ്യൂണിക്കേഷൻ വിഷയത്തിലും നിങ്ങൾ രക്ഷപ്പെടും. അതുപോലെ ഒറ്റയ്ക്കിരിക്കാൻ നിങ്ങൾ പലപ്പോഴും ഇഷ്ടപ്പെടാറുണ്ട്. അത് നല്ലതാണ്. ഒറ്റയ്ക്കിരുന്ന് ആലോചിച്ച് നല്ലൊരു തീരുമാനത്തിൽ എത്തുന്നതായിരിക്കും അഭികാമ്യം. പഠന കാര്യത്തിൽ ഒരു ശ്രദ്ധക്കുറവ് ഇത്രയും കാലം ഉണ്ടായിരുന്നു. പക്ഷെ ഇനി അതുണ്ടാവില്ല. ശ്രദ്ധ എന്തായാലും കിട്ടും. അതും കൊണ്ട് തന്നെ വിജയ സാധ്യത വളരെ കൂടുതലാണ്. എക്സാമോ സ്കോളർഷിപ്പ് ഒക്കെ എഴുതുന്നുണ്ടെങ്കിൽ അതിലും എന്തായാലും ഫേവറബിൾ ആയിട്ടാണ് നിങ്ങൾക്ക് കാണുന്നത്. പ്രണയത്തിൽ പ്രശ്നം ഉണ്ടെങ്കിൽ സംസാരിച്ചാൽ മാത്രം മതി, തീരാവുന്നതേ ഉള്ളൂ. അല്ലെങ്കിൽ അവർ പറയുന്ന അവരുടെ വിഷമങ്ങൾ എന്താ വെച്ചാൽ അത് കേൾക്കുക, അപ്പോഴും തീരും.
കറക്റ്റ് കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്തതുകൊണ്ടാണ് ഇപ്പോൾ പ്രണയമായാലും റിലേഷൻഷിപ്പ് ആയാലും അത്ര നന്നല്ലാണ്ട് പോകുന്നത്. നിങ്ങൾ ലവ് അഫെയറിലോ അല്ലെങ്കിൽ സിംഗിൾ ലൈഫോ ആണെങ്കിൽ ബന്ധുക്കളിൽ നിന്ന് ഒരു ബന്ധം വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ചിലർക്ക് ജോലി മാറ്റങ്ങൾ ഉണ്ടാവാം. അതിലെന്തായാലും നല്ലൊരു ഓഫർ ഉണ്ട്. നിങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും കാര്യം ഏൽപ്പിച്ചാലും അതെന്തായാലും ഭംഗിയായിട്ട് തന്നെ നടക്കും. അതിലൂടെ എന്തായാലും മുന്നേറ്റം ഉണ്ടാവും. ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ ചെയ്യണമെങ്കിൽ നല്ല സമയം തന്നെയാണ്. പക്ഷെ ഡോക്യുമെന്റേഷൻ കറക്റ്റായിട്ട് വിലയിരുത്തണം. അതുപോലെ പാർട്ട്ണർഷിപ്പിനും നല്ല സമയമാണ്. ജെന്യൂൻ ആണ്, ട്രസ്റ്റഡ് ആണ്, ഓപ്പൺ ഡോക്യുമെന്റേഷൻ എല്ലാം ഉണ്ടെങ്കിൽ മാത്രം മുന്നോട്ട് പോവുക. കാരണം കള്ളക്കളികൾ കൂടുതൽ ഉണ്ടാവും, നഷ്ടം സംഭവിച്ചേക്കാം. ബോധപൂർവം മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ ഒഴിവാക്കുക. മറ്റുള്ളവരുടെ കാര്യത്തിൽ ഇടപെടാനേ പോവണ്ട. ഒരു കാര്യവും ഉണ്ടാവില്ല, നിങ്ങൾക്ക് ദോഷം മാത്രമേ ഉണ്ടാവുള്ളൂ. എന്തെങ്കിലും നടക്കുകയാണെങ്കിൽ എന്തെങ്കിലും നടന്നോട്ടെ പറഞ്ഞിട്ട് നിങ്ങളുടെ കാര്യം മാത്രം നോക്കുക. പൂരൂരുട്ടാതി നക്ഷത്രക്കാർക്ക് ജൂലൈ മാസത്തിൽ ആരോഗ്യത്തിൽ പ്രശ്നമുണ്ടായിരിക്കാം, പ്രണയത്തിൽ കുറച്ച് നൈരാശ്യം ഉണ്ടായിരിക്കാം. അത് കമ്മ്യൂണിക്കേഷൻ പ്രോബ്ലം കൊണ്ട് മാത്രമാണ് ഉണ്ടായിരിക്കുന്നത്, അല്ലാണ്ട് ജാതകപ്രകാരം വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ ആ കമ്മ്യൂണിക്കേഷനും ജാതകവും ശരിയല്ലാത്തതുകൊണ്ട് ഒരു ചെറിയ സ്റ്റെബിലിറ്റി പ്രോബ്ലം എന്തായാലും ഉണ്ടായിട്ടുണ്ട്. ചിലത് നഷ്ടപ്പെട്ടു എന്ന തോന്നലും ഉണ്ടായിട്ടുണ്ടാവും. ആകെ കൂടെ ഒരു ഒറ്റപ്പെട്ട ഫീലാണ് നിങ്ങൾക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. ഫിനാൻഷ്യലിയും നിങ്ങൾക്ക് പ്രശ്നം ജൂലൈയിൽ കണ്ടുണ്ടാവും. എന്ന് വെച്ചാൽ കടങ്ങളൊന്നും കിട്ടിയിട്ടുണ്ടാവില്ല, അല്ലെങ്കിൽ വിചാരിച്ച സ്ഥലത്ത് നിന്ന് പൈസ കിട്ടിയിട്ടുണ്ടാവില്ല എന്ന പ്രോബ്ലം നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ടാവും. ഇതെല്ലാം നടക്കാൻ കാരണം നിങ്ങൾ സത്യസന്ധതയും കരുണയും ആത്മവിശ്വാസവും ഉള്ളവർ കൊണ്ട് തന്നെയാണ്. നിങ്ങൾക്ക് കാലത്തിനൊത്ത് ചിന്തിക്കാനും കഴിയും, ആത്മീയതയിൽ നല്ല ആകർഷണമുണ്ട്. പക്ഷെ നിങ്ങളുടെ കൂടെയുള്ളവർ ഇതൊന്ന് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു ഐക്യം അവർക്ക് ഇല്ലാതെ പോയി. അതുകൊണ്ടാണ് നിങ്ങൾ പലവിടെയും ഒറ്റപ്പെടുന്നത്. അത് ദൈവികമാണ്. അത് ഒറ്റപ്പെടുന്നത് നല്ലതാണെന്ന് എപ്പോഴും ചിന്തിക്കുക. അത് നിങ്ങൾക്ക് നല്ലതേ വരുത്തുള്ളൂ. വിദ്യാർത്ഥിയാണെങ്കിൽ ആഴത്തിൽ നന്നായിട്ട് പഠിക്കാൻ നിങ്ങൾക്ക് കഴിവുണ്ട്. അതുകൊണ്ട് അത് മുന്നോട്ട് പോവുക. നിങ്ങൾ എക്സാം എഴുതുകയോ അല്ലെങ്കിൽ വെളിയിലോ വിദേശ രാജ്യത്ത് പഠനത്തിനൊക്കെ പോവുകയാണെങ്കിൽ ഒരു മോശമല്ലാത്തൊരു സമയമാണ്. അതിൽ ഡിലേ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ എവിടേക്കൊക്കെയോ പോസിറ്റിവിറ്റി നിങ്ങൾക്ക് നിറഞ്ഞിരിക്കുന്നുണ്ട്. ആഗസ്റ്റ് മാസത്തിലെ പരീക്ഷയിൽ ഒരു കഷ്ടിച്ച് ജയം മാത്രമേ നിങ്ങൾക്ക് ഉണ്ടാവുകയുള്ളൂ. അതുകൊണ്ട് നിരാശരാവരുത്. ആഗസ്റ്റ് മാസത്തിൽ ജോലി സ്ഥലത്തും ബിസിനസ് പരമായിട്ട് നിങ്ങൾക്ക് കുറച്ച് സമ്മർദ്ദം എന്തായാലും കുറയും. പുതിയ ക്ലയൻസ് വരും. അതുമാത്രമല്ല, വിദേശത്തുള്ള ഡീല് സ്വീകരിക്കണമോ വേണ്ടയോ എന്നുള്ള ആലോചനയിലായിരിക്കും നിങ്ങൾ കൂടുതലും ആഗസ്റ്റിൽ ഉണ്ടാവുക. ചില പഴയ ബന്ധങ്ങൾ പുനഃസ്ഥാപിക്കപ്പെടാൻ സാധ്യതയുണ്ട്. നോക്കിയും കണ്ടുമൊക്കെ സംസാരിക്കുക. അതുമാത്രമല്ല, ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യുക. നിങ്ങളിപ്പോൾ ഒറ്റപ്പെട്ടിട്ടാണെങ്കിൽ അതൊരു ആശ്വാസം തന്നെയാണ്. പക്ഷേ അതായിട്ട് മുന്നോട്ട് പോകുന്ന അത്ര നല്ലതല്ലായിരിക്കും. നിങ്ങൾ ബൗണ്ടറി മാത്രം സെറ്റ് ചെയ്താൽ മതി. ബൗണ്ടറി സെറ്റ് ചെയ്യുമ്പോൾ തന്നെ കാന്തം പോലെ ഒട്ടി വരാനും സാധ്യത വളരെ കൂടുതലാണ്. അതുമാത്രമല്ല, വിവാഹ ജീവിതത്തിൽ കുറച്ച് അഭിപ്രായ വ്യത്യാസങ്ങൾ കുറയാൻ സാധ്യത വളരെ കൂടുതലാണ്. ലൈഫ് പാർട്ട്ണറിൻ്റെ സൗഹൃദത്തെയും അവരുടെ ചെറിയ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതും നിങ്ങൾക്ക് ഗുണം ചെയ്യും. അനാവശ്യമായിട്ട് ഇപ്പോൾ ഒന്നിൽ നിക്ഷേപിക്കരുത്, അത് പ്രശ്നമാവും. സാലറിയോ അല്ലെങ്കിൽ ബിസിനസ്സിൽ ലാഭമോ എന്തെങ്കിലും പൈസ വരികയാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ആവശ്യങ്ങൾ വാങ്ങിക്കൂട്ടാനുള്ള ഒരു പൈസ ആയിട്ട് അതിനെ കാണരുത്. ഒരു 15-ാം തീയതി 20-ാം തീയതി വരെയും അത്യാവശ്യം പർച്ചേസിങ് ഒന്നും നടത്താതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ല കാര്യം. പാരമ്പര്യ സ്വത്തിൽ എന്തായാലും ഒരു വസ്തു ചർച്ച ഉണ്ടാവും. ബന്ധുക്കളുടെ നിന്ന് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു സപ്പോർട്ട് നിങ്ങൾക്ക് എന്തായാലും ലഭിക്കുന്നതാണ്. വീട്ടിൽ ആരോഗ്യകരമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അതെന്തായാലും നിങ്ങൾ പരിഹരിക്കണം. ഉത്രട്ടാതി നക്ഷത്രക്കാർക്ക് ഈ ജൂലൈ മാസത്തിൽ എത്ര ചെയ്താലും ശരിയാവാത്ത ഒരു കാര്യം എന്തെങ്കിലുമൊക്കെ ഉണ്ടായിട്ടുണ്ടാവും. ഒരു അപൂർവമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം കൊണ്ടാണ് ശരിക്കും പറഞ്ഞ ജൂലൈ നിങ്ങൾക്ക് കടന്നു പോയിട്ടുണ്ടാവുക. ചില നിക്ഷേപ തീരുമാനം അതും തെറ്റിപ്പോയിണ്ടാവും. താഴെ ഉണ്ടാവില്ല, പക്ഷെ ഗംഭീരമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടാവില്ല. പക്ഷെ നിങ്ങൾ ഒരു ആത്മീയതയിൽ ഒരു തീരുമാനം ജൂലൈയിൽ എടുത്തിട്ടുണ്ടാവും. അതെന്തായാലും ശുഭമായിട്ട് തന്നെ കലാശിക്കും. ഉത്രട്ടാതി നക്ഷത്രക്കാർ പൊതുവെ നല്ല ധൈര്യമുള്ളവരാണ്, ആഴത്തിൽ ചിന്തിക്കുന്നവരാണ്.
മറ്റുള്ളവരുടെ മനസ്സ് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. നിങ്ങൾ നല്ല മാനിപ്പുലേറ്റർ ആണെങ്കിൽ നിങ്ങൾക്കത് ഉപയോഗിക്കാം. അല്ലാണ്ട് അവരുടെ മനസ്സ് മനസ്സിലാക്കിയിട്ട് ഓവറായിട്ട് അവരെ സഹായിക്കാൻ പോവാതിരിക്കുന്നതായിരിക്കും നല്ലത്. ആത്മവിശ്വാസം ഉള്ള പക്ഷം ശക്തമായിട്ട് തന്നെ ഒരു തീരുമാനം എടുക്കും. ഈ ആത്മവിശ്വാസം ഉള്ളത് കൊണ്ട് തന്നെ ജൂലൈ കടന്നു പോയതും. ഈ ആഗസ്റ്റ് മാസത്തിൽ വിദ്യാഭ്യാസം പഠനം ഒന്നും മോശമല്ലെങ്കിലും ഒരു താല്പര്യക്കുറവ് നിങ്ങൾക്ക് എല്ലാത്തിലും ഉണ്ട്. ഓഗസ്റ്റിൽ ഒരു ടേണിംഗ് പോയിന്റ് ഉണ്ടാവും. മെഡിക്കൽ ആൻഡ് ഗവൺമെന്റ് പ്രോബ്ലംസ് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവില്ല. ആ ജോബ് ടൈപ്പ് എന്തായാലും നിങ്ങൾക്ക് നോക്കാവുന്നതാണ്. ഒരുപാട് സമ്മർദ്ദങ്ങൾ വിട്ടുമാറുന്ന മാസമാണ് ഓഗസ്റ്റ്. ഫ്രീലാൻസ് ജോബ് എന്നിവയെല്ലാം നോക്കുന്നുണ്ടെങ്കിൽ അതെല്ലാം നിങ്ങൾക്ക് നല്ലൊരു ഫേവർ തന്നെ ആയിരിക്കും. നിങ്ങൾക്കായിട്ട് കാത്തിരുന്ന ഒരു അവസരം എന്തായാലും ഓഗസ്റ്റിൽ ഉണ്ടാവും. ബിസിനസ് ചെയ്യുന്നവർക്ക് എന്തായാലും ഒരു പാർട്ട്ണർഷിപ്പ് ഡ്രാഫ്റ്റ് എന്തായാലും വരാം. ചില പഴയ ബന്ധങ്ങളെല്ലാം വരാൻ സാധ്യതയുണ്ട്. പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ മാച്ച് മേക്കിംഗ് പ്രപ്പോസലൊക്കെ വരാൻ സാധ്യത വളരെ കൂടുതലാണ്. ഇപ്പോൾ ആൾറെഡി പ്രണയ ബന്ധത്തിലാണെങ്കിലും റിലേഷൻ ആണെങ്കിലും പുതിയൊരു തലത്തിലേക്ക് നിങ്ങൾ അതെന്തായാലും പോയിരിക്കും. ചെറിയ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നിങ്ങൾക്ക് എന്തായാലും ഉണ്ടാവും. പണക്കാരായ ബന്ധുക്കളിൽ നിന്നും നിങ്ങൾക്ക് എന്തായാലും നല്ല ഒരു സപ്പോർട്ട് ഫിനാൻഷ്യലി എന്തായാലും ഉണ്ടാവും. കുടുംബത്തിൽ എന്തായാലും സന്തോഷം ഉണ്ടാവും. പിതാവിൽ നിന്നും മാതാവിൽ നിന്നും നല്ല ഒരു സപ്പോർട്ട് ഉണ്ടാവും. ഇമോഷണലി നല്ല സപ്പോർട്ട് ഉണ്ടാവും. അതുകൊണ്ട് അത് ആസ്വദിക്കുന്നതാണ് നല്ലത്. ഈ മാസം ധ്യാനം, കർമ്മശുദ്ധി, ക്ഷേത്രം സന്ദർശിക്കുന്നത് ഇതെല്ലാം നിങ്ങൾക്ക് നല്ലതായിരിക്കും. രേവതി നക്ഷത്രക്കാർക്ക് കഴിഞ്ഞ മാസം ഉന്മാദമൂലം പോലെയുള്ള ഒരു തിടുക്കം ഉണ്ടായിട്ടുണ്ടാവും. അതായത് ക്വിക്കായിട്ട് എന്തെങ്കിലും ഡിസിഷൻസ് നിങ്ങൾക്ക് എടുക്കേണ്ടി വന്നിട്ടുണ്ടാവും. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് നല്ല ആത്മവിശ്വാസം കുറഞ്ഞിട്ടുണ്ടാവും. കാരണം ചിലരുടെ ഒരു തെറ്റായ ഇടപെടൽ കാരണമാണ് ഈ ആത്മവിശ്വാസം കുറയാൻ ഇടയാക്കിയത്. അവസാനം ഏറ്റവും ബുദ്ധിമുട്ടിച്ച പ്രശ്നം വിട്ടുപോയത് തന്നെയാണ്. അത് ആര് വിട്ടുപോയി, എന്ത് വിട്ടുപോയി എന്നുള്ളതെല്ലാം നിങ്ങൾക്ക് പേഴ്സണലി അറിയാം. അതുമാത്രമല്ല നിങ്ങൾക്കൊരു താരപ്രഭാവം ഉണ്ടാവാൻ ഇടയാക്കിയ ഒരു മാസം കൂടിയാണ് ജൂലൈ. നിങ്ങൾക്ക് ഗംഭീരമായ മനസ്സാണ്, പക്ഷെ ആരെയും അത്ര വിശ്വസിക്കരുത്. ആഗസ്റ്റ് മാസം നിങ്ങൾക്ക് ഉള്ളപ്പോഴുള്ള ഒരു ഓർമ്മപ്പെടുത്തൽ തന്നെയാണ്. അത്രയും ആത്മവിശ്വാസം കൂട്ടിച്ചേർക്കേണ്ട മാസം കൂടിയാണ് ഓഗസ്റ്റ്. പ്ലാൻ ചെയ്ത് പഠിച്ചാൽ നിങ്ങൾക്ക് എന്തായാലും ഫലം ഉറപ്പാണ്. കോമ്പറ്റേറ്റീവ് എക്സാം, എബ്രോഡിലേക്കുള്ള സ്റ്റഡീസിൻ്റെ എക്സാം ഇതൊക്കെ എഴുതുകയാണെങ്കിൽ അതെല്ലാം ഫേവറായിട്ട് തീരും. ജോലി കണ്ടെത്താൻ കാത്തിരിക്കുന്നവർക്ക് എന്തായാലും ഓഗസ്റ്റ് മാസം അവസാനം ഒരു കോള് പ്രതീക്ഷിക്കാവുന്നതാണ്. കൈക്കൂലി അല്ലാത്ത ഒരു പലിശ രഹിതമായിട്ടുള്ള ഒരു പണം നിങ്ങൾക്ക് എന്തായാലും വന്നു ചേരും. ബിസിനസ്സിൽ പഴയ കൂട്ടാളിയുമായിട്ട് ഒരു കൂടിച്ചേരൽ എന്തായാലും ഓഗസ്റ്റ് മാസത്തിൽ ഉണ്ടാവും. ഒരു വലിയൊരു ട്വിസ്റ്റോ തിരിവോ കാണാൻ നിങ്ങൾക്ക് സാധിക്കും. പഴയൊരു ബന്ധം വരും. ഒറ്റപ്പെട്ട അവസ്ഥയാണെങ്കിൽ സംസാരിക്കുന്നത് നല്ലതാണ്, പക്ഷെ ഉറച്ചൊരു മനസ്സുണ്ടാവണം. ഓരോരുത്തരുമായിട്ട് ചെറിയൊരു ഡിസ്പ്യൂട്ട് അവസാനിപ്പിക്കലുണ്ടാവും. അച്ഛൻ്റെ ആരോഗ്യം എന്തായാലും മെച്ചപ്പെടും. അമ്മാവൻ, ബന്ധുക്കൾ, സുഹൃത്തുക്കൾ ഇവരാരെങ്കിലും വഴി പുതിയൊരു വിവരം നിങ്ങൾക്ക് ലഭിക്കും. അതൊരു പുതിയ തുടക്കം ആവും. ആഗസ്റ്റ് 12 മുതൽ 22 വരെ ഒരു അൺഎക്സ്പെക്റ്റഡ് ഇൻകം ഫാൾസ് എന്തായാലും ഉണ്ടാവും. കർമ്മഫലം, പുനർജന്മം ഇതെല്ലാം നിങ്ങളുടെ ആഴത്തിൽ തൊടും. ജോലിയിൽ നിന്നോ ഫ്രീലാൻസിങ്ങിൽ നിന്നോ നിങ്ങൾക്ക് എന്തായാലും ഒരു മെച്ചം ഉണ്ടാവും. ചെറുതായിട്ടൊരു ഷെയർ, ഇൻവെസ്റ്റ്മെന്റ്, ക്രിപ്റ്റോ എന്നിവയിലുണ്ടെങ്കിൽ നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. മാതാപിതാക്കൾക്ക് വേണ്ടി ഗുരുതർപ്പണം, അന്നദാനം എന്നിവ മികച്ചതാണ്.